പച്ചയായ മനുഷ്യന് ഒരു മരുന്നും കൊടുക്കാതെ ഒരു മരവിപ്പിക്കലും നടത്താതെ നിസ്കരിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ കാല് വെട്ടിമുറിച്ചു വാപ്പാ. ഉറുവതങ്ങൾ അറിഞ്ഞില്ല വാപ്പാ. ഒരു കൊതുക് മൂളിയാൽ അറിയുമല്ലോ, ഒരു കൊതുക് കടിച്ചാൽ അറിയുമല്ലോ. നമ്മുടെ നമസ്കാരം അങ്ങനെയാ. പക്ഷേ റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാല് വെട്ടിമുറിച്ചിട്ടാ സ്വഹാബി അറിഞ്ഞില്ല. അവിടെ നിന്ന് നിസ്കരിക്കുമ്പോ മുറിച്ച കാലിലൂടെ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്നത് പോലെ അവിടുത്തെ രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. എന്തു ചെയ്തിട്ടും രക്തം നിൽക്കാതെ വന്നപ്പോ സുബ്ഹാനല്ലാഹ്, അടുക്കളയിൽ മീൻ പൊരിക്കുന്ന സമയത്ത് തിളച്ച എണ്ണയിൽ നിന്ന് ഒരു തുള്ളി തെറിക്കുമ്പോ സഹിക്കാൻ കഴിയാത്ത പെങ്ങള് സൈത്തെണ്ണ തിളപ്പിക്കുകയാ. സൈത്തെണ്ണ തിളപ്പിച്ചു. നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു റളിയല്ലാഹു തആല അൻഹുവിന്റെ മുറിച്ച കാലിലേക്ക് തിളച്ച എണ്ണയങ്ങ് മുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പിടഞ്ഞങ്ങ് ബോധം കെട്ട് താഴെ വീഴുകയാ. പിടഞ്ഞങ്ങ് താഴെ വീണു. വൈദ്യന്മാര് വല്ലാത്ത വിഷമത്തിലാണ്. ആരാണ് കാല് മുറിച്ചതെന്ന് പറയുന്നത്? എല്ലാവരും പ്രയാസത്തിൽ നിൽക്കുമ്പോ അല്ലാഹു കൊടുത്ത മറ്റൊരു പരീക്ഷണം എന്തെന്നറിയുവോ? തന്റെ മക്കളിൽ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ടിട്ട് മരണപ്പെടുകയാ. കാലും പോയി മോനും പോയി. അങ്ങനെയാ പറയുക. എല്ലാവരും പ്രയാസത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ മഹാനായ ഉറുവതങ്ങൾക്ക് ബോധം അവിടെ നിന്ന് തിരിച്ചു വരികയാ. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങയുടെ കാല് വെട്ടിമുറിച്ചു തങ്ങളെ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. വൈദ്യന്മാർ അത്ഭുതപ്പെടുകയാ. രണ്ടാമത് പറഞ്ഞു, തങ്ങളെ ഏറ്റവും ചെറിയ മകന് കുതിരയുടെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ട് തങ്ങളെ. ഇന്നാ ലില്ലാഹ് അൽഹംദുലില്ലാഹ്. തങ്ങള് കാല് പോയെന്ന് പറഞ്ഞപ്പോ, മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ എന്തിനാ അൽഹംദുലില്ലാഹ് പറയുന്നത്? അല്ലാഹു എന്റെ മക്കളിൽ ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, ബാക്കി മക്കളെ എനിക്ക് റബ്ബ് തന്നല്ലോ. അൽഹംദുലില്ലാഹ്. രണ്ട് കാല് തന്നിട്ട് രണ്ടും അല്ലാഹു എടുത്തില്ലല്ലോ. എനിക്ക് ഒരെണ്ണം തിരിച്ചു തന്നല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് സുജൂദിൽ കിടന്ന് കരയുകയാ. എല്ലാവരും ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയുന്നത്? അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞതെന്തെന്നറിയോ? ഇനി ഒരുപാട് നേരം എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ കഴിയില്ലല്ലോ. നേരം നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. ഒരു കാലല്ലേ ഉള്ളൂ. അതോർത്തിട്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ, സഹോദരാ, നിന്റെ ജീവിതത്തിൽ പറയാൻ ഇങ്ങനെ ഒരു വക്കത്തുണ്ടല്ലോ. 30, 40, 50, 60 കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്ന ബാബാ, നിസ്കരിക്കുന്ന പെങ്ങളെ, പറയാൻ ഇങ്ങനെ ഒരു വക്കത്ത് നിന്റെ ജീവിതത്തിലുണ്ടോ? പിന്നെ എന്തുറപ്പാ നിനക്കുള്ളത്? പിന്നെ എന്തുറപ്പാ നിനക്കുള്ളത്? അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, കളിക്കല്ലേ വാപ്പാ, അള്ളാനെ കളിയാക്കല്ലേടാ ചെറുപ്പക്കാരാ. അള്ളാനെ എങ്ങാണം നീ കളിയാക്കിയ അല്ല നിന്നെയും കളിയാക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാ അല്ല നിന്നെ കളിയാക്കുന്നതെന്നറിയോ? എപ്പോഴാ അല്ല നിന്നെ കളിയാക്കുന്നതെന്നറിയോ? സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ കൂടപ്പിറപ്പ്, നിന്റെ വാപ്പാ, നിന്റെ ഭാര്യ, നിന്റെ മക്കള് ആരെങ്കിലും നിന്റെ ചെവിയിൽ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു തരുമ്പോ, അത് കേട്ടിട്ട് പറഞ്ഞിട്ട് മരിക്കാനുള്ള ആഗ്രഹത്തോടെ നീ അത് പറയാ ശ്രമിക്കുമ്പോ നിന്റെ നാവ് പൊങ്ങില്ലടാ. അല്ല നിന്നെയും കളിയാക്കും പെണ്ണേ.
അതുകൊണ്ട് മരണം മോശമാകുന്ന, ആഖിബത്ത് മോശമാകുന്ന ഒന്നാമത്തെ വിഭാഗമല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കാരത്തിൽ കളിക്കുന്നവനെ, നിന്റെ ആഖിബത്ത് മോശമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. നീ അള്ളാനെ കളിയാക്കിയ, നീ റബ്ബിന്റെ മുന്നിൽ നിന്ന് കളിച്ച, അള്ളാഹ് അവസാനം നിന്നെയും കളിപ്പിച്ച് കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവെ നിന്നെ ഭയന്നുകൊണ്ട് ഒരു വക്കത്തെങ്കിലും നിസ്കരിച്ച് സ്വർഗത്തിൽ പോകാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അള്ളാഹുവെ നീ മരിക്കുന്ന ദിവസം അവസാനത്തെ വക്കത്ത് നിസ്കരിച്ചിട്ട് മരിക്കാൻ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം അവരാ. ചിലരൊക്കെ വാച്ചി നോക്കും, 11:30 അതാ നോക്കുന്നില്ലേ, 11:30 നിർത്താന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിലർ വാച്ചി നോക്കുന്നു. നിർത്താറായോപ്പാ? വിളിച്ചേരെ ഇരിക്കുമോ? കുറച്ചു നേരം കൂടി ഇരിക്കുമോ? ഇരിക്കാവോ? എങ്കിൽ ഞാൻ പറയാം. എന്തായാലും ഇപ്പം നാളെ വാഴുന്നില്ലല്ലോ, എന്തായാലും പോയി ഇനി അങ്ങോട്ട് തന്നെ ഹോസ്പിറ്റലിലോട്ട് തന്നെ പോകണം. അതുകൊണ്ട് ഇപ്പോൾ അടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പേടിയൊന്നുമില്ല. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകണം. മരിക്കാൻ വല്ല അസുഖവും വേണോ? മരിക്കാൻ വല്ല അസുഖവും വേണോ? ഉറക്കപ്പുറ വേണോ? അസുഖം ഇല്ല എന്ന് പറഞ്ഞ് മരിക്കാതിരിക്കുമോ? ഇല്ല. സമയായ പോകുന്നത് എപ്പോഴാണെങ്കിലും നല്ലതുപോലെ പോകണം. ഇത്തിരി നേരത്തെ ആയ ഇത്രയും കൊല്ലം ചെയ്തത് പറഞ്ഞാൽ മതി, കുറച്ചുകൂടെ കഴിഞ്ഞാലോ വീണ്ടും നീണ്ടുപോകും. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എന്തെങ്കിലും പരീക്ഷണം തരാൻ നമുക്ക് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാനുള്ള മനസ്സുകൂടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവർ, അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇരിക്ക്. അള്ളാഹു നമുക്കൊക്കെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും ഐശ്വര്യവും സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും തൻ്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ അള്ളാഹു ദാരിദ്ര്യം തരില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. 4 കാര്യം ആരെങ്കിലും തൻ്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്നത് വരെ പിരിവെടുക്കണ്ട. അത്ര തന്നെ. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു പള്ളിയുടെ ലെറ്റർ പേഡും പഠിച്ചിട്ട് പിരിവെടുക്കാൻ. അങ്ങനെ ഒരു ഗതി അള്ളാഹു വരുത്തൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 4 കാര്യം ഞാൻ പറഞ്ഞു തരാം. ജീവിതത്തിൽ ചെയ്യുമോ? പൈസ ചിലവൊന്നുമില്ല, പേടിക്കണ്ട. പൈസ ചിലവൊന്നുമില്ല. പിരിവില്ല, ബക്കറ്റ് പിരിവില്ലേ? അപ്പോൾ ബക്കറ്റ് പിരിവുണ്ടോ? ഇപ്പം എടുക്കണ്ട, എടുത്ത ഓടിക്കളയും. ഇരിക്കും. ബക്കറ്റ് എടുക്കാൻ തന്നെ പേടിയാണ്. കാരണം എടുത്ത് ഓടാൻ പറ്റുന്ന അവസരം ബക്കറ്റ് എടുക്കുമ്പോൾ പോകാൻ അള്ളാഹു ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പേടിക്കണ്ട, ഞാനൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങൾക്കറിയാമല്ലോ, ഈ ഹിഫ്ള് പഠിപ്പിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന ഈ കോളേജ്, ഇതിന് കള്ളുകുടിയൻ്റെയും പെണ്ണുകുടിയൻ്റെയും പലിശക്കാരൻ്റെ പൈസ ഒന്നും വേണ്ട. അള്ളാഹു നിനക്ക് തോന്നൽ തരുന്നുണ്ടെങ്കിൽ കൊടുത്തിട്ട് പോയി, ഇല്ലെങ്കിൽ മിണ്ടാതെ പൊക്കോ. അതന്നെ. നിന്നെ അള്ള തെരഞ്ഞെടുത്ത അനർത്ഥം എന്തേ? നിന്റെ സമ്പത്ത് നല്ലതാ. ഉണ്ടായിട്ടും കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ നീ മനസ്സിലായിക്കോണം, സമ്പത്തിൽ സൂക്ഷ്മതയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം 4 കാര്യം ജീവിതത്തിൽ ചെയ്താൽ മരിക്കുന്നത് വരെ പിരിവെടുക്കണ്ട. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചെയ്തൂടെ? പോരാ, ചെയ്തൂടെ? ഞാൻ പറഞ്ഞു തരാം, ആദ്യം കേട്ട് നോക്ക്. നേരെ ഇരിക്ക്. ഇൻഷാ അല്ലാഹ്. ഇതിലെ ഗർഭിണി പെണ്ണുങ്ങൾ, ഉസ്താദന്മാരൊക്കെ ഇരിക്കും. നേരെ ഇരി മനുഷ്യന്മാർ. അള്ളാഹു ആഫിയത്തും ആരോഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവെ, ഈ സദസ്സിനെ ബഹുമാനിച്ച ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാൻ. അള്ളാഹു നമുക്കൊക്കെ സാലിഹത്തായ ഭാര്യമാർ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യ. കഴുത്തറുത്തിട്ട് പോകുന്ന പെണ്ണുങ്ങളുടെ കാലവാ. കെട്ടിയവനെ, എടി ആമിനെ, നീ പോണെങ്കിൽ പൊക്കോ, എന്തിനാ കൊല്ലണേ? ചില ഭർത്താക്കന്മാർക്ക് ഇവളൊന്ന് പോകുന്നത് ഈ സന്തോഷ എന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടാൻ ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ പൊക്കിക്കോ. പെണ്ണുമ്പിള്ള എങ്ങാനും അവിടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പെണ്ണുമ്പിള്ള എങ്ങാനും ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടാ. എല്ലാവരും പൊക്കി, നിങ്ങൾ എന്താ പൊക്കാഞ്ഞെന്ന്. അവസാനം നിങ്ങളവളെ പൊക്കി നിർത്തും. പലർക്കും കൈപൊക്കാൻ പേടി എന്തെന്നറിയോ? ഇവള് സ്വർഗത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അതന്നെ. സ്വർഗത്തിലാണെങ്കിൽ ഇവളുണ്ടോ? ഞാനില്ല ഉസ്താദ്. വല്ല പത്മശ്രീയൊക്കെ തരണമെങ്കിൽ എനിക്കാ തരേണ്ടത്, ഇവളെ സഹായിക്കുന്ന. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്.
അള്ളാഹു നല്ല ജീവിതം നൽകി. എനിക്ക് ഇവിടേക്ക് ഈ 2 പെണ്ണ് കെട്ടുന്നവരുണ്ടോ? അപ്പോൾ കെട്ടുന്നവരുണ്ടില്ല. എങ്ങനെയാണോ അള്ളാഹു. ഞാൻ സ്ഥലം പറയണില്ല. ഒരു വലിയ സമ്പന്നൻ്റെ വീട്ടിലിങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പിരിയാൻ സമയമായപ്പോൾ എൻ്റെ കൂടെ ഒരു പ്രായമുള്ള ഉസ്താദ് ഉണ്ടായിരുന്നു. ഉസ്താദെ ഒന്ന് വാന്ന് പറഞ്ഞ് വിളിച്ച് അകത്തോണ്ട് കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ രഹസ്യം പറയുന്നുണ്ട്. കരഞ്ഞുകൊണ്ടാണ് പറയണേ. ഈ സാധു നല്ല സമ്പന്നനാ, കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഈ ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കും, ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അവസാനം സംസാരം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ പോകണ വഴി ഞാൻ ചോദിച്ചു, അറിയാം അള്ളാഹു നല്ല ജീവിതം നൽകുമാറാകട്ടെ. അള്ളാഹു പെണ്ണുങ്ങൾക്കൊക്കെ, അള്ളാഹു നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാർക്ക് അള്ളാഹു അവർക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ പറഞ്ഞേ? 4 കാര്യം ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ. 1, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ 8 മണിക്ക് എഴുന്നേക്കുന്നില്ലല്ലോ അല്ലേ? സുബഹിക്ക് എഴുന്നേക്കുന്നവനല്ലേ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണ്ടേ? ഇവിടെ 7 മണിക്ക് സൂര്യൻ അടിച്ചിട്ട് എഴുന്നേക്കണില്ല. പിന്നെ ജീവിതത്തിൽ മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ വാപ്പ നീ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം. പെങ്ങളെ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നീ ഒളിവെടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 1, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കുക. 2, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒളിവെടുക്കുക. 3, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാരപ്പായി കയറുക. എന്ന് പറഞ്ഞാൽ അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് വിളിച്ചതിൻ്റെ ജവാബ് പറഞ്ഞിട്ട് കാലം കുറേ ആയില്ലേ അല്ലേ? സുബഹി നിസ്കരിക്കുന്നവനും കേൾക്കത്തില്ല ഇത്. അസ്സലാത്തു ഖൈറും മിനന്നൗം സദഖത്താവ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇല്ല. സുബഹിക്ക് ബാങ്ക് പിടിക്കുമ്പോൾ ആണുങ്ങൾ പള്ളിക്കകത്ത്, നിങ്ങൾ പിന്നെ പള്ളി വരണമെന്ന് പറഞ്ഞുകൊണ്ട് ജാഥയൊന്നും നടത്തിയേക്കരുത്, വലിയ പ്രശ്നമാണ്. നിങ്ങളെ പള്ളി കൊണ്ടുവരും കബറടക്കം, അത്രയേ ഉള്ളൂ. നിങ്ങൾ വീട്ടിൽ നിസ്കാരപ്പായി കയറിക്കോ, മരിക്കുന്നത് വരെ ദാരിദ്ര്യമില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് ഒന്ന് ചെയ്തൂടെ? നീ വേണമെങ്കിൽ ചെയ്യ്, എനിക്കൊന്നും നേട്ടമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യ്, എനിക്ക് വേണമെങ്കിൽ അപ്പന. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 4ാമത്തെ കാര്യം, വിത്ർ നിസ്കാരം കഴിഞ്ഞാൽ ഇറച്ചി തിന്നാൻ നിൽക്കരുത്. വിത്ർ നിസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പോയി കിടന്നുറങ്ങിയേക്കണം. വിത്ർ നിസ്കരിച്ച് നേരത്തെ പോയി കിടന്നേക്കണം. ഈ അവിടെ ഇവിടെ നിന്നിട്ട് ഇറച്ചി തിന്നുന്ന പരിപാടി, പച്ചയിറച്ചി തീറ്റി, അസൂയ, ഏശനി, പരദൂഷണം ഒന്നും വേണ്ടപ്പാ. നല്ലത് പറഞ്ഞുകൊണ്ട് പോയി കിടന്നുറങ്ങ്. നിനക്ക് അള്ളാഹു ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് സംഘാടകർ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് വരുന്നു. എല്ലാവരും പോക്കറ്റിൽ ഒന്ന് കൈയിട്ടിട്ട് ഒരു നല്ല സദക്ക എടുത്തോ. അല്ല പറഞ്ഞെന്തെന്നറിയോ? നിന്റെ ഒന്നും പൈസ എനിക്ക് ഓസിന് വേണ്ടാന്ന്. അല്ല എന്താ പറഞ്ഞേ? ഞാൻ നല്ല സമ്പന്നനെ, എനിക്ക് നിന്റെ പൈസ വേണ്ട, നിന്റെ പൈസ എനിക്ക് വേണ്ട. എൻ്റെ ഖുർആൻ പഠിക്കുന്ന, എൻ്റെ കിതാബ് പഠിക്കുന്ന എൻ്റെ മക്കൾക്ക് നീ എന്തെങ്കിലും കൊടുത്താ, ഖുർആനിൻ്റെ അഹ്ലുകാരായി മക്കൾ, ഈ പാവപ്പെട്ട ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് നീ എന്തെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്താൽ നിനക്ക് തന്നെയാ നേട്ടം. അസ്സദഖത്തു റദ്ദുൽ ബലാ, അല്ലാഹു നിന്റെ വിപത്ത് തട്ടിമാറ്റുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. മനുഷ്യ, ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം വന്ന നിന്റെ 2 നില വീടിന്റെ പ്രമാണം ആ വീട് വിറ്റാലും മാറാത്ത രോഗ. നീ ജീവിതകാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗമാ ക്യാൻസർ. 10 രൂപ നീ ബക്കറ്റിട്ടാ ചിലപ്പോൾ അല്ലാഹു മാറ്റിത്തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. കിഡ്നി പോയാ 25-30 ലക്ഷം വേണമെന്ന് മാറ്റിവെക്കാൻ വെച്ചാലും അതങ്ങോട്ട് സക്സസ് ആകാറില്ല. നീ എന്തെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് നിടു പെങ്ങളെ, അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ബിസ്മില്ലാ. എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക. തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്, നിനക്ക് ദുആ ചെയ്യാൻ. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ആ മലക്ക് പാപം ചെയ്തിട്ടില്ല. നല്ലത് മാത്രം പറഞ്ഞിട്ടുള്ള മലക്ക് ഈ ബക്കറ്റ് നിന്റെ മുന്നിൽ വരുമ്പോ, സുബഹിക്ക് വന്നതാ, രാവിലെ വന്നതാ, നീ എന്തെങ്കിലും സദക്കയിട്ടാൽ ഈ മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ ഉള്ളതിൽ ഒരൽപ്പം കൊടുത്തവനാ അല്ലാ, നീ ഇവന് ബർക്കത്ത് ചെയ്യണേ അല്ലാ, നീ അവന് വാരിക്കോരി കൊടുക്കണേ അല്ലാ. മലക്ക് ദുആ ചെയ്യും. കയ്യിൽ വെച്ചിട്ട് നീ ഉറക്കം നടിച്ച മലക്ക് അപ്പോഴും ദുആ ചെയ്യും. ഉണ്ടായിട്ട് കൊടുത്തില്ല അല്ലാഹുവേ, നീയും ഇതുപോലെ പിടിച്ചു വെക്കണേ എന്ന് ദുആ ചെയ്യും. അത് അവസാനം നിനക്കെതിരായി വരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. കരുണക്കടലായ ദയാലുവായ അല്ലാഹ്, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു അല്ലാഹുവേ, ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖ എന്ന മരുന്ന് കൊണ്ട് ശിഫയാക്കണേ അല്ലാഹ്. അറുത്തു മുറിക്കല്ലേ അല്ലാഹ്, ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല അല്ലാഹ്. ഈമാനോടുകൂടിയുള്ള ഒരു മരണം തരണേ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, മരണസമയം മോശമാകുന്ന, മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ നഷ്ടപാളി ആരെന്നറിയോ? അല്ലാഹുവിൻ്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഓരോ ദിവസവും 5 നേരം ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നവരാ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നവരാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാ, മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത രണ്ടാമത്തെ വിഭാഗം ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവനെ നിന്റെ മരണം മോശമാടാ, നിന്റെ ആക്കിബത്ത് മോശമാ, നിനക്കും മരണം അള്ളാഹു നല്ലത് തരൂല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു 3 മിനിറ്റ് നിനക്ക് നിന്റെ ഫോണൊന്ന് താഴെ വെക്കാൻ, നിന്റെ നാവിനൊന്ന് റെസ്റ്റ് കൊടുക്കാൻ. എടാ, റോഡിൽ നിന്ന് വഅദ് പറയുന്നവൻ ബാങ്ക് വിളിച്ച പ്രസംഗം നിർത്തും. മുസ്ലിമല്ല, അമുസ്ലിമീങ്ങൾ പോലും ബാങ്ക് വിളിക്കുന്ന, വർഗീയത പറയുന്ന ഈ കാലങ്ങളിൽ പല സ്ഥലങ്ങളിലും വഅദ് പറയുന്നവൻ ബാങ്ക് വിളിക്കുമ്പോൾ നിർത്തും 2-3 മിനിറ്റ്. എന്നാൽ പള്ളിക്കകത്തിരുന്ന് നമ്മൾ സംസാരിക്കും. കമ്മിറ്റി ഓഫീസിൻ്റെ അകത്ത് സംസാരം. അള്ളാൻ്റെ പള്ളി ബാങ്ക് വിളിക്കുന്ന സമയത്ത് പോലും നിനക്കൊന്ന് 3 മിനിറ്റ് മിണ്ടാതിരിക്കാൻ കഴിയുന്നില്ലല്ലോ. നിനക്കറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ മരണം മോശമാ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അലിയാര് തങ്ങൾ പറയുന്നുണ്ട്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ചാൽ 30 കൊല്ലത്തെ അമല് പോയി. അലിയാര് തങ്ങൾ പറയാ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവൻ്റെ 30 വർഷത്തെ അമല് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പൊതുവെ അറിയോ, ബാങ്ക് വിളിക്കണ സമയത്ത് മിണ്ടാതിരുന്ന് ആ മുഅദ്ദിന് പറയുന്നത് പോലെ അതിൻ്റെ ജവാബ് പതുക്കെ പറഞ്ഞ് നീ ദുആ ചെയ്ത അല്ലാഹ് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ബാങ്കിന്റെ ദുആ. അല്ലാഹുവിൻ്റെ റസൂൽ പെട്ടെന്ന് പറയുന്നു, ബാങ്കിനെ ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണ്? പ്രവാചകൻ പെട്ടെന്ന് പറഞ്ഞു, ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുഅദ്ദിന് പറയുന്നത് പോലെ നിങ്ങളും പറയണേ, അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഅദ്ദിന് പെട്ടെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു കഴിയുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് പറയണേ, നിങ്ങൾ എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് പറയണേ. എന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് വസീല തേടണേ. എനിക്ക് റബ്ബ് വസീല തരുന്നതിന് വേണ്ടി, സ്വർഗത്തിലെ പദവി എനിക്ക് അല്ലാഹു തരുന്നതിന് വേണ്ടി നിങ്ങൾ സ്വലാത്ത് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പ്രവാചകൻ പറയുമ്പോ, اللهم رب هذه الدعوة التامة والصلاة القائمة آت محمد الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعة يوم القيامة.
അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ ബാങ്കിനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അതിന്റെ പവിത്രത മനസ്സിലാക്കിയിട്ട് ബാങ്കിന്റെ ജവാബ് പറഞ്ഞ് എൻ്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞിട്ട് ആരെങ്കിലും അള്ളാഹുവിനോട് എനിക്ക് വസീല തേടിയാ നാളെ മാരാരിമംഗലം പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാകളത്തിലൂതുന്ന ദിവസം ഖബർ പൊളിച്ചിട്ട് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇടഞ്ഞും നടന്ന കുഷ്ഠരോഗിയെ പോലെ ഉഹദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആകാശ ലോകത്ത് നിന്ന് കോടാരി കോടി മലക്കുകളുണ്ടല്ലോ, അള്ളാഹുവിന്റെ സൈന്യമുണ്ടല്ലോ. അവര് വന്നിട്ട് ചൈനയുടെ വൻമതിലിനെക്കാളും വലിയ മതിൽ കെട്ടുന്ന ദിവസമുണ്ടല്ലോ, വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ. ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും സുലൈമാൻ നബിയും യഹിയാ നബിയും ഹാറൂൻ നബിയും ഈസാ നബിയും എല്ലാ പ്രവാചകന്മാരും അവരവരുടെ കാര്യം നോക്കുന്ന പരലോകമുണ്ടല്ലോ. നഫ്സി നഫ്സി എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരും നെട്ടോട്ട് മൂടുന്ന പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് ബാങ്കിനെ ബഹുമാനിച്ച മനുഷ്യ, ബാങ്കിനെ ആദരിച്ച പെങ്ങള്, മുത്തുനബി നിന്നെയും കാത്ത് അല്ലാഹുവേ ഹൗദുൽ കൗസറിന്റെ ചാരത്തെ കയ്യിലെ വെള്ളവും പിടിച്ചിട്ട് കാത്തു നിൽക്കുകയാ. ആ ബാങ്കിനെ ബഹുമാനിച്ചവന്, ആ ബാങ്കിനെ ആദരിച്ചവന് ഹൗദുൽ കൗസറിന്റെ ചാരത്ത് മുത്തുനബി വെള്ളവുമായിട്ട് കാത്തു നിൽക്കുകയാണ്. നീ കടന്നു ചെല്ലുമ്പോ നിനക്ക് കുടിക്കാൻ വെള്ളമെന്തെന്ന് വജബത്തിലഹു ശഫാഅത്തി, മുത്തുനബിയുടെ കൂട്ടുകാരനായി മുത്തുനബിയുടെ അതിഥിയായി നിനക്ക് നാളെ സ്വർഗത്തിൽ കിടക്കാ അല്ലാഹു ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ പ്രതിഫലം എൻ്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാതെ അതിൻ്റെ ജവാബ് പറഞ്ഞു ബാങ്കിൻ്റെ ദുആ ചെയ്ത നല്ല മരണം, മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ. 2, മുത്തുനബിയുടെ അതിഥിയായി സ്വർഗത്തിൽ കിടക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 വിഭാഗം. രണ്ടാമത്തെ വിഭാഗം അവരാണ് അല്ലാഹു ബാങ്കിനെ ബഹുമാനിക്കാനും ആദരിക്കാനും അതിൻ്റെ മഹത്വം മനസ്സിലാക്കാനും അല്ലാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം, 100-ൽ പരം വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ച മക്കൾ ആദരിച്ചത് നമ്മൾ കണ്ടില്ലേ? അള്ളാഹിൻ്റെ ഖുർആൻ പഠിച്ച മക്കൾ അള്ളാഹുവെ ഒരു സയ്യിദ് അവരുടെ കയ്യിൽ നിന്ന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരകളിൽപ്പെട്ട ഒരു സയ്യിദ് അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങാൻ അതൊരു ഭാഗ്യമല്ലേ മനുഷ്യ? മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും കയ്യിൽ നിന്ന് വാങ്ങുന്നത് പോലെ അല്ലല്ലോ മുത്തുനബിയുടെ കുടുംബക്കാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അതൊരു മഹത്വമല്ലേ? ഇതിനെക്കാലം എന്തേ ഇനി വേണ്ടേ? ഇതിനെക്കാലം എന്തേ ഈ മക്കൾക്ക് വേണ്ടത്? ഇവരുടെ ജീവിതത്തിൽ ഇതിനെക്കാലം എന്തെങ്കിലും ഒന്ന് കിട്ടുമോ? ഈ ഖുർആൻ പഠിച്ച മക്കൾ, അതിൽ ചെറിയ കുട്ടി വരെ അള്ളാഹു ആ മക്കൾക്കൊക്കെ ഓർമ്മശക്തി നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും സ്വർഗം കൊടുക്കുമാറാകട്ടെ. വാപ്പ, നിനക്കും കൊതി തോന്നാറില്ലേ വാപ്പ? നിന്റെ മോന് ഇതുപോലൊരു ദിവസം വാങ്ങണ്ടേ? നിന്റെ മക്കളല്ലെങ്കിലും നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ, നിന്റെ മക്കളുടെ മക്കളെങ്കിലും അല്ലെങ്കിൽ നിന്റെ കൂടപ്പറപ്പിൻ്റെ മക്കളെങ്കിലും ഒരു ദിവസം ഇതുപോലെ വാങ്ങുന്നത് കാണാൻ നിനക്ക് കൊതിയില്ലേ? ഈ വാങ്ങുന്ന മക്കളെ നിങ്ങൾ കണ്ടില്ലേ? ഇതിനേക്കാൾ എന്ത് അംഗീകാരമാ വേണ്ടേ? അള്ളാഹിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട എന്താ ഉള്ളേ? പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് പോലും നേരെ ചുവ ഓതാൻ അറിയാത്ത ഈ ഉമ്മത്തിന്റെ നടുവിൽ 114 സൂറത്തുകൾ ഹൃദയത്തിൽ ചുമക്കുന്ന മക്കളല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവരാരെന്നറിയോ? ഇന്ന് മുതൽ അവരാരെന്നറിയോ? അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിച്ച ഈ മക്കൾ സാധാരണ മനുഷ്യരല്ല, അവർ സാധാരണ വ്യക്തികളല്ല, അവർ അല്ലാഹ് ഇഷ്ടപ്പെട്ടവരാ. ഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖുൻ നൂറുല്ലാഹി ലാ യുഅ്താ ലിആസി. ഖുർആൻ എല്ലാവർക്കും അല്ലാഹ് കൊടുക്കൂല. അള്ളാഹിക്ക് എല്ലാവർക്കും ഒന്നും അല്ലാഹ് ഖുർആൻ കൊടുക്കൂല. അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കും. ഈ മക്കൾക്ക് അവർക്ക് അല്ലാഹ് കൊടുത്തതാ. ഈ മക്കൾ അള്ളാഹിൻ്റെ മുന്നിൽ കൈനീട്ടിയിട്ട്, പാപ്പ നീ പറ, തങ്ങന്മാരും ഔലിയാക്കന്മാരും സയ്യിദന്മാരെന്നല്ല, ഈ മുത്തല്ലിമായ ഈ ഖുർആൻ പഠിച്ച മോൻ്റെ കയ്യെ പിടിച്ചിട്ട് പറ, മോനെ എനിക്ക് വേണ്ടി ദുആ ചെയ്യടാ, മോനെ അവനെ തൊടണമെങ്കിൽ ഉളവെടുക്കണമെന്ന ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറഞ്ഞു. ഖുർആൻ പഠിച്ചവനെ തൊടണമെങ്കിൽ ഉളവെടുക്കണം. ഈ ഖുർആൻ പഠിച്ച ഈ ആദരിച്ച മക്കൾ ആ മക്കളുടെ കയ്യെ പിടിച്ചിട്ട് പറ, മോനെ നീ എപ്പോഴെങ്കിലും ദുആ ചെയ്യുമ്പോൾ എൻ്റെ കാര്യം കൂടെ അള്ളാഹിനോട് പറയണേ. മോനെ നീ ഖുർആൻ പഠിച്ചവനാ, നിന്റെ ദുആയിക്ക് ഇജാബത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഖുർആൻ പഠിച്ച ഹാഫിള് അല്ലാഹ് ഇഷ്ടപ്പെട്ടവൻ, അവൻ്റെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കും. പാപ്പ
അവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. അവന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. അവന്റെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവേ, ഖബറിന്റെ അകത്തും മണ്ണ് തിന്നാതെ കിടക്കും. ഇന്നു മുതൽ അവനുള്ള ഭാഗ്യം. ഖബറിന്റെ അകത്തവനെ കൊണ്ട് ഖബറടക്കി, ഈ ഖുർആൻ പഠിച്ച മക്കളെ കൊണ്ട് ഖബറടക്കിയ മണ്ണ് തിന്നൂല. നിന്നെ കൊണ്ട് 3-ന്റെ അന്ന് പലക ഇളക്കിയ നിന്റെ കണ്ണ് അല്ലാഹ് മുഖത്തുണ്ടാകും. ഈ കണ്ണിന്റെ ഭാഗത്തൊരു കുഴിയും നിന്റെ കണ്ണിങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടുണ്ടാകും. 7-ന്റെ അന്ന് പലക മാറ്റിയ ബലൂണ് പൊട്ടിയതുപോലെ നിന്റെ സർവ്വതും പൊട്ടിപ്പോയിട്ടുണ്ടാകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവനെ അടക്കിയിട്ട് 100 കൊല്ലം കഴിഞ്ഞ് നീ പോയി നോക്ക്, കഫന്തുണി പോലും കീറൂല വാപ്പ. കാരണം അവൻ ഖുർആൻ ചുമക്കുന്നവനാ, ഖുർആൻ പഠിച്ചവനാ. അതിനുവേണ്ടിയായി 100 കുട്ടികൾ ഇവിടെ വന്ന് കിടക്കണേ. വീടില്ലാഞ്ഞിട്ടല്ല, നിന്നെക്കാളും വലിയ വീടുണ്ട് വാപ്പ മക്കൾക്ക്. ഈ മുത്താലിങ്ങൾ വീട്ടിൽ തിന്നാനില്ലാഞ്ഞിട്ടല്ല ഇവിടെ വന്ന് കിടക്കുന്നേ. അവൻ്റെ വാപ്പായും ഉമ്മായി അവനെ പോറ്റാൻ കപ്പാസിറ്റി ഇല്ലാത്തവരല്ല. നിന്നെക്കാളും വലിയ സമ്പന്നൻ്റെ മക്കൾ പഠിക്കുന്നുണ്ട്. എന്നിട്ടും വന്ന് അല്ലാഹുവേ പടച്ചവനെ, ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഉള്ള സൗകര്യത്തിൻ്റെ അകത്ത് കിടക്കണത് എന്തിനെന്നറിയോ? ഇവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം, നീ മന്തി ബിരിയാണിയും മട്ടൻ ബിരിയാണിയും നിന്റെ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് വെച്ച് കൊടുക്കുന്ന ഫുഡും കഴിച്ചിട്ട് പഠിപ്പിക്കണ ഉസ്താദും പഠിക്കുന്ന വിദ്യാർത്ഥിയും അടുക്കളയിൽ ജോലി ചെയ്യുന്ന ക്യാൻറ്റീനിൽ ജോലി ചെയ്യുന്ന മനുഷ്യന് എല്ലാവർക്കും ഒരേ ഫുഡ്. ഇതെല്ലാം കഴിച്ചിട്ട് വർഷങ്ങളോളം ഇവിടെ കിടക്കുന്ന എന്തിനെന്നറിയോ? അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടാനാവാപ്പ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മക്കളെയാ നിങ്ങൾ സഹായിക്കേണ്ടത്. ആ മക്കൾക്കാ നിങ്ങൾ അന്നം കൊടുക്കേണ്ടത്. ആ മക്കൾക്ക് നിങ്ങൾ കൊടുക്കുമ്പോഴാ അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറു ബറക്കത്തും നൽകുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്ക് ചോദിക്കാൻ സമയമില്ല ഉമ്മ. എനിക്ക് ചോദിക്കാൻ നിനക്ക് തോന്നുന്നെങ്കിൽ കൊടുത്താൽ മതി ഉമ്മ. ഖുർആൻ പഠിച്ച മക്കളെ നീ കണ്ടില്ലേ? ഹാഫിളീങ്ങളായ മക്കളെ അവരുടെ കൈ ആദരിക്കുന്നത് കണ്ടില്ലേ? ഈ മക്കളുടെ ഉമ്മയാകണം നീ. ഈ മക്കളുടെ ഉമ്മ. നീ വീട്ടിൽ വളർത്തുന്നത് നീ ഒന്ന് ചാകാൻ വേണ്ടി കാത്തിരിക്കുക. വീടിൻ്റെ മുന്നിൽ കവറ് കുഴിച്ചിട്ടിട്ടിരിക്കട മക്കൾ. ഉമ്മായിക്ക് വീടിൻ്റെ മുന്നിൽ കവറ് കുഴിച്ചിട്ട് കാത്തിരിക്കുക, തീർന്ന ഉടനെ എടുത്തിട്ട് മണ്ണിട്ട് മൂടാൻ. ഇങ്ങനത്തെ മക്കൾ അല്ലാഹുവേ പടച്ചവനെ, തിരുവനന്തപുരം ഭീമാ പള്ളിയിൽ ബോധമില്ലാത്ത ഉമ്മാനെ കൊണ്ടുവന്ന് തെള്ളിയിട്ടിട്ട് ഓടുന്ന മക്കൾ. അല്ലാഹുവേ, ഇങ്ങനെയുള്ള മക്കളുടെ കാലത്ത് ഉമ്മ, നീ പെറ്റില്ലെന്നല്ലേ ഉമ്മ ഉള്ളൂ, നീ പ്രസവിച്ചില്ലെന്നല്ലേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ മക്കളാ ഉമ്മ. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന 100-ൽ പരം മക്കൾ നിന്റെ മക്കളാ. നീ പറയണം, ഞാൻ 100 മക്കളുടെ ഉമ്മയാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പഠിക്കുന്ന മക്കൾക്കൊക്കെ നീ ഭക്ഷണം കൊടുത്താൽ നീ അവൻ്റെ ഉമ്മ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മക്കൾക്ക് അന്നം കൊടുക്കുന്നവരുണ്ട്, ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. ഈ ഭക്ഷണം കൊടുക്കുന്നത് അല്ല എന്താ തരാന്ന് പറഞ്ഞതറിയോ? വേസനല്ലല്ലോ. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾ അള്ളാഹുവിൻ്റെ അഹിലുകാരാ. ഈ അഹിലുകാരായ അല്ല ഇഷ്ടപ്പെട്ട ഈ മക്കൾക്ക് നീ ഭക്ഷണം കൊടുത്ത അല്ല തരാമെന്ന് പറഞ്ഞ പ്രതിഫലം വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗവാ ഉമ്മ. സ്വർഗം മരിക്കുന്ന സമയത്ത് നീ കണ്ടിട്ടില്ലേ? ഓരോ ആൾക്കാർ വെള്ളിയാഴ്ച മരിക്കണ നീ കണ്ടിട്ടില്ലേ? ചിരിച്ചോണ്ട് കിടക്കണ കണ്ട്. എന്നാൽ ചില മയ്യത്ത് കാണാൻ പേടിയാ. പോണ്ടടാ, പേടിക്കും, പോകണ്ട എന്ന് പറഞ്ഞ് മക്കളെ തടയുന്നവരുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഞാൻ 3 പ്രതിഫലം പറഞ്ഞു തരാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്ക്, ഇവർക്ക് ഭക്ഷണം കൊടുക്കണോ? ഈ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കണോ വേണ്ടേ? നിങ്ങൾ തീരുമാനിക്ക്. എൻ്റെ പ്രിയമുള്ളവരെ, 3 പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അല്ല പറഞ്ഞു, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബി അന്ന ലഹുമുൽ ജന്ന. അല്ലയാ പറഞ്ഞ സ്വർഗം തരാന്ന്. സിറാജല്ല, മുത്തുനബി അല്ല, നിന്നെ പടച്ച അല്ലയാ പറഞ്ഞ് നിനക്ക് സ്വർഗം തരാമെന്ന്. പെങ്ങളെ, പൊന്നുമോളെ, നിന്റെ ഉമ്മ വെള്ളിയാഴ്ച രാവിലെ മരിച്ചു, നിന്റെ വാപ്പ റമളാൻ മാസത്തിൽ മരിച്ചു. 4 പേരോട് അഭിമാനത്തോടു കൂടി പറയുന്ന എൻ്റെ ഉപ്പയോട്, എൻ്റെ ഉമ്മയോട്, അവര് മരിച്ച നിനക്കൊന്നും കിട്ടാനില്ലട്ടാ. നിന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ച നിനക്ക് സ്വർഗം കിട്ടുമെന്ന് കിതാബിലില്ല. നീ പ്രതീക്ഷിക്കാൻ വേണ്ട. നിനക്ക് വേണമെങ്കിൽ അവര് മരിച്ചതുപോലെ മരിക്കണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ പ്രിയമുള്ളവരെ, സദക്ക കൊടുക്കുന്ന മനുഷ്യൻ്റെ അവസാനം അല്ലാഹു നന്നാക്കി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, പടച്ചവനെ, 80ഓളം മക്കൾക്ക് ഇനി ഭക്ഷണം വേണം. 200ഓളം പടച്ചവൻ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു. അല്ലാഹുവേ, ഈ 100 മക്കളെ നിങ്ങൾക്കൊന്ന് തെരഞ്ഞെടുക്കാൻ കഴിയോ? അല്ലാഹു തരുന്ന പ്രതിഫലം മരണവേദന സഹിക്കാൻ കഴിയാതെ പിടഞ്ഞു കൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ. അല്ലാഹുവേ, അല്ലാഹുവേ, മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പിടയുന്ന സമയമുണ്ടല്ലോ. മലക്ക് ചോദിക്കുന്നു, എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ പേടിക്കുന്നത്? നീ
അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചവനല്ലേ? ഖുർആനിന്റെ അഹ്ലുകാർക്ക് അന്നം കൊടുത്തവനല്ലേ? നിനക്കല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? വഅബ്ശിറൂ ബിൽ ജന്നാ. എന്തിനാണ് ഈ വഅദിന്റെ സദസ്സിൽ പോയിട്ട് സ്വർണ്ണമൂരി കൊടുക്കുന്നത്, കഷ്ടപ്പെട്ട പൈസ കൊടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന പെങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ ഉമ്മയോട് പറയുകയാ. രക്തം വിയർപ്പാക്കി അധ്വാനിച്ച പണം എന്തിനാണ് ഈ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്ന ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം. അല്ല നിനക്ക് തരുന്ന പ്രതിഫലം വാപ്പാ കാണും. വാപ്പാ, നിന്റെ വാപ്പയായ ആദം നബി ജീവിച്ച, നമ്മുടെ ഉമ്മയായ ഹവ്വാ ബീബി ജീവിച്ച നമ്മുടെ തറവാടുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും എടുക്കുന്ന അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം കണ്ടിട്ടേ മരിക്കൂ വാപ്പാ, ആ സ്വർഗം കണ്ടിട്ടേ മരിക്കൂ പെങ്ങള്. ഇത് ഖുർആൻ പറഞ്ഞ പ്രതിഫലമാ, ഇത് ഖുർആൻ പറഞ്ഞ പ്രതിഫലമാ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കാ. അല്ലാഹുവേ, ആ ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ. ഒന്ന് കണ്ടിട്ടില്ല ചില മയ്യത്ത് കണ്ണ് തെള്ളി, വാ തുറന്ന്, മുഖം കറുത്ത്, വായിലൂടെ പതയും നൊരയും രക്തവും ഒലിപ്പിച്ച് കിടന്ന കിടന്നും മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിച്ചു പോകുന്നവർ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കണ്ടില്ലേ മനുഷ്യ, എത്രയോ ചിരിക്കുന്ന മുഖം. ഒന്ന് നോക്കിയിട്ട് പിന്നെയും നോക്കുക, ഒന്ന് നോക്കിയിട്ട് കൊതി തീരുന്നില്ല, പിന്നെയും ഇങ്ങനെ നോക്കുക. അത്തിപ്പറ്റ ഉസ്താദിന്റെ ഒക്കെ മയ്യത്ത് എത്ര പ്രാവശ്യം നിസ്കരിച്ചു വാപ്പച്ചി, അതല്ലേ? എത്ര പ്രാവശ്യം, ആരാ ഇൽമ പഠിച്ചൊരു മനുഷ്യനല്ലേ, എത്ര പ്രാവശ്യം മയ്യത്ത് നിസ്കരിച്ചു. അതൊക്കെയല്ലേ മരണം. കണ്ടില്ലേ വാപ്പ, നിനക്കും കിടക്കണ്ട അതുപോലെ. നിനക്ക് ഇൽമ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നീ ഇതിൻ്റെ കൂടെ കൂടിയ നിനക്കും നിന്നെ കാണുന്ന മനുഷ്യൻ നിന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോൾ പറയും, അല്ലാ അബൂബക്കർ കണ്ടാ, എന്താ ചിരി, എന്താ പ്രകാശം. അല്ലാഹുവേ, അങ്ങനെ ഒരു മരണം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അങ്ങനെ ഒരു മരണം നൽകണേ അല്ലാ. വാപ്പ 40 പേര് നല്ലത് പറഞ്ഞാൽ സ്വർഗ വാപ്പ. ഹജ്ജ് ഉംറയൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. നിന്റെ മയ്യത്ത് കണ്ടിട്ട് വരുന്ന 40 പേര് നിന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ? അതുകൊണ്ട് മരിച്ചു കിടക്കുമ്പോൾ ചിരിക്കണം, പ്രകാശിക്കണം. ഈ നാട്ടിലെ ഓരോ പെണ്ണും ആഗ്രഹിക്കണം നീ മരിച്ചതുപോലെ മരിക്കാം. അപ്പോഴാ നീ വിജയിയാകണേ, അപ്പോഴാ നീ നിന്റെ ഉമ്മാടെ മോളാവണേ, അപ്പോഴാ നിന്റെ ഉപ്പച്ചിയുടെ മകളായി നീ മാറുന്നത്. ഉപ്പ പോയതിനേക്കാളും മനോഹരമായിട്ട് നീ പോകണം. അള്ളാഹു നിനക്കതിനുള്ള ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. 2, ഖുർആൻ പഠിച്ച മക്കളെ മണ്ണ് തിന്നോ? ഖുർആൻ പഠിച്ച മക്കളെ മണ്ണ് തിന്നോ? പരമനുഷ്യ തിന്നൂല. ഖുർആൻ പഠിച്ച മക്കളെ മണ്ണ് തിന്നൂല. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തോന്നുന്നുണ്ടോ ഈ ഉസ്താദന്മാരൊക്കെ എന്തിനാ ദുആ ചെയ്യണേ? എല്ലാ ഉസ്താദന്മാരും ദുആ ചെയ്യില്ല, അല്ലാഹ് ഞങ്ങളുടെ മക്കളെ എഞ്ചിനീയർ ആക്കണമെന്നല്ല ദുആ ചെയ്യണേ, ഡോക്ടർ ആക്കണമെന്നല്ല. അള്ളാഹുവേ നീ ഹാഫിളാക്കണം. എന്തേ ദുആ ചെയ്യണേ? ഉസ്താദന്മാര് പോലും അങ്ങനെ ദുആ ചെയ്യുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഒരു ഹാഫിളിന് അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലം അവനെ മണ്ണ് തിന്നൂല, ഖബറിൻ്റെ അകത്ത് കിടക്കും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മക്കളെ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആ മക്കൾക്ക് അന്നം കൊടുത്ത അല്ലാഹ് തരുന്നൊരു പ്രതിഫലം പറഞ്ഞു തരട്ടെ. സ്വർണ്ണം ശരീരത്ത് കിടക്കണം, സ്വർണ്ണം ഊരി കൊടുക്കണം. ഉമ്മ, നീ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ 100 കുട്ടികൾ, എത്ര കുട്ടികളാ അപ്പോൾ ഉള്ളത്? എത്ര കുട്ടികളുണ്ട്? മൊത്തം 100 കുട്ടികൾ ഇവിടെ പഠിക്കുന്നു. അവിടെ വാഫി ഒന്നുമില്ല, എല്ലാം ഒന്ന് തന്നെ മുത്താലിയങ്ങൾ. അള്ളാഹുവിൻ്റെ ഇൽമ പഠിക്കുന്ന 100 മക്കൾ ഇവിടെയുണ്ട്. ഈ 100 മക്കൾക്ക് നീ ഒരു ദിവസം കൊടുത്താൽ മതി, എന്നെങ്കിലും ഒരിക്കൽ. ഞാനതേ പറയൂ. ഒരു മുത്താലിമിനെ നീ ഏറ്റെടുത്ത
അവൻ്റെ കാര്യം മാത്രമേ ഇല്ലേ ഉള്ളൂ. പക്ഷേ 100 പേർക്ക് അന്നം കൊടുത്താലോ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന 100 മക്കൾക്ക് എന്നെങ്കിലും ഒരു ദിവസം അടുത്ത വർഷത്തിന് മുമ്പ്, ഞാനതേ പറയൂ, അല്ല നിനക്ക് ആയുസ് തന്ന, നിനക്ക് അള്ളാഹു സമ്പത്ത് തന്ന, നിന്റെ ഭാര്യയും മക്കളുമായിട്ട് ഈ കോളേജിൽ വന്നിട്ട് ഒരു ദിവസം ഈ മക്കൾക്ക് അന്നം കൊടുത്താൽ അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, ഉമ്മ 40ാമത്തെ വയസ്സിലാണ് ഖദീജ ബീവിക്ക് 40 വയസ്സ്, റസൂലുള്ളാഹിന് 25 വയസ്സ്. 25 വയസ്സുള്ള മുത്തുനബി 40 വയസ്സുള്ള ഖദീജ ബീവി വിവാഹം കഴിച്ചു. എത്ര കൊല്ലം ജീവിച്ചെന്നറിയാവോ? 25 കൊല്ലം. 25 കൊല്ലം മരിക്കണ വരെ നബി മറന്നില്ല. അത്രയ്ക്ക് സ്നേഹമായിരുന്ന ഖദീജയെ 25 കൊല്ലം രണ്ടുപേരും ജീവിച്ചു. അവസാനം 65ാമത്തെ വയസ്സിൽ മഹദി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്നതിൻ്റെ അന്ന് അവിടെ നിന്ന് കുളിച്ചൊരുങ്ങിയിട്ട് 65 വയസ്സുള്ള ഉമ്മ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ കാത്തു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിൻ്റെ അകത്ത് കയറി വന്നു. ഭക്ഷണം കഴിക്കാൻ കൊടുത്തിട്ട് അവസാനം റസൂലുള്ളാഹിൻ്റെ മടിയിൽ ഖദീജ ബീവി തലവെച്ച് കിടന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുക. എന്തേ ഖദീജ നീ എന്നെ നോക്കിയിട്ട് ചിരിക്കണേ? എന്തൊരു പ്രകാശവാ നബിയെ, എന്തൊരു സൗന്ദര്യവാ നബിയെ. റസൂലുള്ള ചോദിച്ചു, 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഖദീജ? ആ സമയത്ത് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാന്റെ റസൂലിൻ്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, നബിയെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 കൊല്ലമായി, ഞാൻ പോവാ 25 കൊല്ലം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചു. മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ നബിയെ. ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിക്കാം, ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, 25 കൊല്ലം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഒരു വാക്കോ പ്രവൃത്തിയോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖദീജ ബീവിയുടെ വാ പൊത്തിപ്പിടിച്ചു. കരയുന്ന ഭാര്യയുടെ വായി ഇങ്ങനെ പൊത്തിപ്പിടിച്ച് റസൂലുള്ള ഇരുന്ന് കരയുക. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കൈ പിടിച്ച് മാറ്റിയിട്ട് ചോദിച്ചു, എന്തിനാ നബിയെ കരയണേ? എന്നെ വിട്ടിട്ട് പോകുകയാ ഖദീജ, നീ എന്നെ വിട്ടിട്ട് പോകുകയാണോ? നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നു ഖദീജ. മുത്തുനബി ചോദിച്ചത് ഒരു ഭാര്യയോട്, നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നു? 25 കൊല്ലം എൻ്റെ കൂടെ കിടന്ന നിന്നെക്കുറിച്ച് പറയാൻ എനിക്കൊരു പരാതിയില്ല. 25 കൊല്ലം എൻ്റെ കൂടെ കിടന്ന നിന്നെക്കുറിച്ച് പറയാൻ എനിക്കൊരു പരാതിയില്ല. പെങ്ങളെ, ഖദീജ ബീവിക്ക് സ്വർഗത്തിലൊരു മുത്തിൻ്റെ കൊട്ടാരം അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനെന്നറിയോ? നിനക്കത് കിട്ടൂല. ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു മുത്തു കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം അത് ഖദീജയ്ക്ക് മാത്രമേ ഉള്ളൂ. എന്തിനെന്നറിയോ? 25 കൊല്ലം റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും തൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അള്ളാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും റസൂലുള്ളാഹിന്റെ മുന്നിൽ ശബ്ദമുയർത്താത്തവളാ ഖദീജ. ആ ഖദീജ ബീവിയോട് മുത്തുനബി പറയാ, നിന്നെക്കുറിച്ച് പറയാൻ എനിക്കൊരു പരാതിയില്ല. കേൾക്കേണ്ട താമസം 65 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേറ്റിട്ട് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചിട്ട് സന്തോഷം കൊണ്ട് ഉമ്മ കൊടുത്തു. അവിടെ നിന്ന് ഉമ്മ കൊടുത്തിട്ട് ആ 65 വയസ്സുള്ള ഉമ്മ മുത്തുനബിയോട് ചോദിക്കാൻ, നബിയെ 3 ആഗ്രഹമുണ്ട്, മരിക്കാൻ ഞാൻ പോവാ, എനിക്കൊരു 3 മോഹമുണ്ട്, സാധിച്ചു തരുവോ? എന്തേ ഖദീജ നീ പറ. അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു, നബിയെ ഞാൻ മരിച്ച എൻ്റെ മയ്യത്ത് നിങ്ങൾ തന്നെ കുളിപ്പിക്കണം, എൻ്റെ ജനാസ നിങ്ങൾ കുളിപ്പിക്കണം, എൻ്റെ മയ്യത്ത് നിങ്ങൾ പൊതിയണം. എൻ്റെ ജനാസ പൊതിയുമ്പോൾ അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഈ പുതപ്പ് വേണം എൻ്റെ കഫൻ തുണിക്കകത്ത് വെക്കാൻ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ടാമത് പറഞ്ഞു, അങ്ങയുടെ ശരീരത്ത് കിടക്കുന്ന തുണി കൊണ്ട് വേണം എന്നെ കഫൻ പൊതിയാൻ, എൻ്റെ കഫൻ തുണിക്കകത്ത് വെക്കണം. മൂന്നാമതായി പറഞ്ഞു, എൻ്റെ മയ്യത്ത് കബറിൽ ഇറക്കി വേണ്ടത് ആരുമല്ല, നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഇറക്കി വെക്കണം. ഖദീജ ബീവി മരണപ്പെട്ടു. ഉമ്മച്ചി മയ്യത്ത് കുളിപ്പിച്ചത് അള്ളാന്റെ റസൂലാണ്. ലോകത്ത് ആർക്കാ ഈ ഭാഗ്യമുള്ള?
അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെ ഖദീജ ബീവിയുടെ മയ്യത്ത് കുളിപ്പിച്ചു. അവിടെ നിന്ന് കഫം പൊതിയുന്ന സമയത്ത് തൻ്റെ ചുമലിൽ കിടക്കുന്ന പുതപ്പെടുത്തിട്ട് റസൂലുള്ള ചുംബിക്കുക, തൻ്റെ ഭാര്യയ്ക്ക് പൊതിയാൻ. അവിടുത്തെ കഫം തുണിക്കകത്ത് പുതപ്പ് വെച്ചു. അവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഖബറിൻ്റെ അകത്ത് ഇറക്കുമ്പോൾ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയുടെ ജനാസ കൈകൊണ്ട് വാങ്ങി മണ്ണിൽ ഇറക്കി വെച്ചു. 3 കെട്ടുകളും അടിച്ചു മാറ്റി. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു തരുന്ന പ്രതിഫലം കേട്ടോ. ഖദീജ ബീവിയുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് കെട്ടുകൾ അഴിച്ചു മാറ്റി. തൻ്റെ ഭാര്യ അവസാനമായൊന്ന് കാണുകയാണ്. എന്നിട്ട് ഒരു പിടി മണ്ണ് വാരി ഖദീജ ബീവിയുടെ കബളിന്റെ താഴെ വെക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒരു പിടി മണ്ണ് വാരിയിട്ട് ഖദീജ ബീവിയുടെ കബളിന്റെ താഴെ ഇങ്ങനെ വെച്ചിട്ട് സുബ്ഹാനല്ലാഹ് അവിടത്തെ തലയങ്ങ് തിരിക്കുമ്പോ കബളില് മണ്ണ് തൊടുന്നില്ല വാപ്പാ. റസൂലുള്ള രണ്ടാമതും വെച്ചു, തൊടുന്നില്ല. മൂന്നാമതും വെച്ചു, മണ്ണ് തൊടുന്നില്ല. എന്താണ് സംഭവമെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത അത്ഭുതമായി. ആയിഷ ഖദീജ ബീവിയുടെ കബളിൽ മണ്ണ് തൊടാതെ വന്നപ്പോ കബറിന്റെ അകത്ത് നിൽക്കുന്ന മുത്തുനബിയുടെ ചാരത്തേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടെന്ന് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, ഖദീജാന മണ്ണ് തൊടൂല നബിയേ, ഖദീജയ മണ്ണ് തൊടില്ല നബിയേ. കാരണം എന്തെന്നറിയോ? ഏറ്റവും വലിയ കോടീശ്വരന്റെ മകളായിരുന്നു ഖദീജ. എല്ലാം അല്ലാഹുവിന്റെ ദീനിന് കൊടുത്തവളാ, എല്ലാം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി കൊടുത്തവളാ. ഖദീജ സദക്ക ചെയ്തവളാ നബിയേ. സദക്ക ചെയ്ത ഖദീജയ മണ്ണ് തിന്നില്ല നബിയേ. അവിടെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കളെ മണ്ണ് തിന്നൂല. ആ മക്കൾക്ക് അന്നം കൊടുക്കുന്ന വാപ്പാ, നിനക്കും ആ ഭാഗ്യമുണ്ട് വാപ്പാ. പുഴുത്ത് നാറാതെ പുഴുക്കൾ തിന്നാതെ 6 അടി മണ്ണിന്റെ അകത്ത് നിനക്ക് ഹാഫിള് കിടക്കുന്നത് പോലെ കിടക്കടോ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കളെ കിടക്കുന്നത് പോലെ ഖദീജ ബീവി കിടന്നതുപോലെ നിനക്കും കിടക്കണോ ഉമ്മ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് അന്നം കൊടുക്കുന്ന പെങ്ങള്, നിനക്കും അല്ലാഹു ഈ പ്രതിഫലം തരും പെണ്ണേ. 2 ഖുർആൻ പഠിച്ച മക്കളെ മണ്ണ് തിന്നൂല. അവന് കടിക്കാൻ ഭക്ഷണം കൊടുത്ത നിനക്കും ഖബറിന്റെ അകത്ത് അതുപോലെ കിടക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 നാളെ റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുക. എല്ലാവരും അള്ളാഹിന്റെ കോടതി നിൽക്കുമ്പോൾ എൻ്റെ ഉപ്പ എനിക്കില്ല, എൻ്റെ ഉമ്മ എനിക്കില്ല, എൻ്റെ ഭാര്യ എനിക്കില്ല, എൻ്റെ സഹോദരങ്ങൾ എനിക്കില്ല, എൻ്റെ മക്കൾ എനിക്കില്ല, ആരും എന്നെ പരിഗണിക്കാത്ത ദിവസം. നാളെ ഞാനും നിങ്ങളും അള്ളാഹിന്റെ കോടതിയിൽ ഉടുതുണി പോലും ഇല്ലാതെ കരഞ്ഞുകൊണ്ട് അല്ലാഹുവേ ആരെങ്കിലും ഒന്ന് സഹായത്തിനുണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെടാമല്ലോ. ഇങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ സ്വന്തം മക്കൾ മുന്നിലൂടെ പോയാൽ തിരിഞ്ഞു നോക്കൂല. അവന്മാർ അള്ളാഹിനോട് പറയുക, എൻ്റെ ഉമ്മാന്റെ നന്മ മുഴുവൻ എടുത്ത് എനിക്ക് താ പടച്ചവനെ, എൻ്റെ പാപം കൂടെ ഈ മനുഷ്യന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഇയാളെ നരകത്തിലിട്, എനിക്ക് സ്വർഗം താ എന്ന് പറയുന്ന ദിവസം സ്വന്തം മക്കൾ അള്ളാഹിനോട് പറയുന്നു, കാലു പൊള്ളുന്നു റബ്ബേ, എന്നെ നെഞ്ചത്ത് കിടത്തി ഉറക്കി എൻ്റെ ഉമ്മാനെ ഒന്ന് കിടത്തി തന്നാ ഞാൻ നെഞ്ചത്ത് കയറി നിൽക്കാം, അല്ലാ എനിക്ക് പറ്റുന്നില്ല എന്ന് മക്കൾ പറയുന്ന ദിവസം ആരും യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനി, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത ദിവസം. ഈ 100 മക്കൾക്ക് അന്നം കൊടുത്ത പാപ്പ, ഈ 100 മക്കൾക്ക് ഒരേ ഒരു ദിവസം സ്വന്തം മകനെ പോലെ സ്നേഹിച്ച ഉമ്മ, നീ നാളെ അള്ളാഹിന്റെ കോടതി നിൽക്കുമ്പോ ഒരു കുഞ്ഞ് നിന്റെ കയ്യെ പിടിച്ചിട്ട് പറയുന്നു, വാ വാപ്പ നമുക്ക് സ്വർഗത്തിൽ പോകാം, വാ ഉമ്മ നമുക്ക് സ്വർഗത്തിൽ പോകാം. ഉമ്മാന്ന് വിളിക്കുമ്പോ നീ നോക്ക, ആരാ മോനെ നീ ആരാടാ?
എൻ്റെ മക്കൾ പോലും എന്നെ കണ്ടില്ലെന്ന് നടിച്ചു. എൻ്റെ കൂടപ്പിറപ്പ്, എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള് ആരും എന്നെ സഹായിക്കാനില്ലാത്ത ദിവസം എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നീ ആരാ? വാപ്പാ, നിങ്ങളുടെ നാട്ടില് ഞാൻ കോളേജിൽ പഠിക്കണ കാലം എനിക്ക് ഒരു ദിവസം അന്നം തന്നത് നിങ്ങളാ വാപ്പാ. എന്നെ സ്വന്തം മകനെ പോലെ നിങ്ങൾ സ്നേഹിച്ചില്ലേ? എനിക്കിന്ന് 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹു അവസരം നൽകിയിട്ടുണ്ട്. നിങ്ങളും എൻ്റെ വാപ്പയല്ലേ? വാ, നിങ്ങളും എൻ്റെ ഉമ്മയല്ലേ? ഉമ്മ, ഈ 100 മക്കളിൽ ആരെങ്കിലും ഒരാളുണ്ടാകും നിന്റെ കൈപിടിക്കാൻ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മക്കളുടെ കയ്യിൽ പിടിച്ച് അന്ന് നിന്റെ സ്വന്തം മക്കള് തിരിഞ്ഞു നോക്കാത്ത ദിവസം, നീ പ്രസവിച്ച, നീ കഷ്ടപ്പെട്ട് വളർത്തിയ നിന്റെ മക്കള് തിരിഞ്ഞു നോക്കാത്ത ദിവസം ഈ മക്കളുണ്ടാകും നിന്നെ കൊണ്ടുപോകാൻ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനേക്കാളും ഒരു പ്രതിഫലം പറയാൻ എനിക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തു പിരിയാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ഉപ്പയോട്, എൻ്റെ പ്രിയമുള്ള ഉമ്മയോട്, സഹോദര, ഇത്രയും കാലം ആർക്ക് വേണ്ടി ജീവിച്ചു? മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കൂടപ്പുറപ്പിന് വേണ്ടി, സഹോദരിമാർക്ക് വേണ്ടി എല്ലാവരും ജീവിച്ചു. എന്നാൽ നിനക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടോ നിൻ്റെ കയ്യിൽ? നിനക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടോ വാപ്പ? ഇന്ന് രാത്രി പോയാ നീ വട്ടപൂജ്യവാ. ഇന്ന് രാത്രിയാണ് പോകുന്നതെങ്കിലും നീ വട്ടപൂജ്യവാ. നിന്റെ കയ്യിൽ കൊണ്ടുപോകാൻ ഒന്നുമില്ല. അതുകൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലും ചെയ്യ്. ഈ 100 മക്കൾ ഇവിടെ ഖുർആൻ ഓതുമ്പോൾ, നീ മരിച്ചെന്ന് കേൾക്കുമ്പോൾ ഈ 100 മക്കൾ ഇവിടെ യാസീൻ ഓതി ദുആ ചെയ്യുമല്ലോ, അവർ ഖത്ത് ഓതുമല്ലോ, അത് മതി നിനക്ക് രക്ഷപ്പെടാൻ. അതുകൊണ്ട് അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ സദസ്സിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ, ഉസ്താദേ, ഈ പഠിക്കുന്ന മക്കൾക്ക് ഒരു ദിവസം ഞാൻ ഭക്ഷണം കൊടുക്കാം. ഈ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ, അടുത്ത വർഷത്തിന് മുമ്പ് അള്ളാഹു എനിക്ക് ആയുസ് തന്ന, എനിക്ക് അള്ളാഹു സമ്പത്ത് തന്ന ഒരു ദിവസം ഞാൻ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന 100 മക്കൾക്കും ഇൻഷാ അല്ലാഹ് ഞാൻ ഭക്ഷണം കൊടുക്കാമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ ആരുടെയെങ്കിലും മനസ്സിൽ തോന്നൽ തരുന്നുണ്ടെങ്കിൽ, ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും ഒരാൾ കൈവക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 1 2 3 4 5 6 7 8 9 10 കുലൂ തക്ബീർ, അൽഹംദുലില്ലാ. 11 കുലൂ തക്ബീർ, 12 13 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. കുലൂ തക്ബീർ, റക്കപ്പറ കുലൂ തക്ബീർ. അൽഹംദുലില്ലാ. 13 പേര്, ഒരു 2 പേര് കൂടെ വേണം. അൽഹംദുലില്ലാ, ഒരു 2 പേര് കൂടെ. അൽഹംദുലില്ലാ. ഒരാൾ 14, ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. 15, ഇൻഷാ അല്ലാഹ്. വാപ്പാജി 16 കുലൂ തക്ബീർ, 17 കുലൂ തക്ബീർ, 18 കുലൂ തക്ബീർ. അൽഹംദുലില്ലാ. ഈ സൈഡിൽ ഇരിക്കണവരാരാ? 18. 2 പേര് കൂടെ കൈപൊക്കിക്കോ, 2 പേര് കൂടെ, ഇൻഷാ അല്ലാഹ്. 19ാമത്തെ അടിമ ആരാ? ഒന്ന് കൈപൊക്ക് ഉസ്താദെ. 19 കുലൂ തക്ബീർ, കുലൂ തക്ബീർ. 20ാമത്തെ അടിമ ഒരാൾ കൂടെ ഉസ്താദെ. അൽഹംദുലില്ലാ. 20, 21. അല്ലാഹുവേ, ആ സഹോദരന്റെ പൊന്നുമോനെ നീ ഹാഫിളാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. 21 കുലൂ തക്ബീർ. ആരെയും ഞാൻ നിർബന്ധിക്കൂല. കാരണം ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് ഹറാമ് വേണ്ട, അവന് ഹലാലു മതി. 21 പേരും സ്വർഗത്തിൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കുലൂ തക്ബീർ. ഇൻഷാ അല്ലാഹ്. എല്ലാ ഉസ്താദിന്റെ വകയായിട്ടൊന്നുമില്ല. അവരൊക്കെ അൽഹംദുലില്ലാ. ഞാൻ എന്ത് ദുആ ചെയ്യാനാ? അപ്പോൾ ഉസ്താദ് നമുക്ക് ദുആ ചെയ്താൽ മതി. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. 22 കുലൂ തക്ബീർ. അൽഹംദുലില്ലാ. 22 പേരായി. ഒരു 3 പേര് കൂടാവും. അൽഹംദുലില്ലാ. ഏറ്റവും പുറകിലൊരു വാപ്പ. 23. ഇൻഷാ അല്ലാഹ്. ആ മുകളിൽ ഇരിക്കണവരാരെങ്കിലും, അർശന്റെ മുകളിൽ ഇരിക്കണ അഹവലിരിക്കുന്നല്ലോ, ആരാ? 23. ഒരു 2 പേര് കൂടെ ഇൻഷാ അല്ലാഹ്. ഉമ്മമാരെ, നിങ്ങൾ തീരുമാനിക്കുമ്മ. നീ പെറ്റതിനേക്കാളും, നീ പ്രസവിച്ച മക്കളെക്കാളും പ്രയോജനം ചിലപ്പോൾ ഈ മക്കളുണ്ടാകും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 24. ഒരാൾ കൂടെ ആരാ? ഒരാൾ കൂടെ ഒന്ന് കൈവക്കിക്കേ. 25ാമത്തെ അടിമ ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. കരുണക്കടലായ ദയാലുവായ അല്ലാഹ്, ഇവരാരും കോടീശ്വരന്മാരല്ല, പക്ഷേ എങ്കിലും നിന്റെ ഖുർആനിനെ ഇഷ്ടപ്പെടുന്നവരാ തമ്പുരാന്. ഈ 25 പേരുടെയും കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. 25 പേരുടെയും കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. മാരകമായ ഏതെങ്കിലും ഒരു അറുത്തുമുറിക്കുന്ന രോഗത്തിന്റെ അണുക്കൾ ഇവരുടെ ശരീരത്തിലുണ്ടെങ്കിലും ഈ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ റബ്ബ്, ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ റബ്ബ്. ഇവർക്ക് സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ അല്ലാ. കണ്ടു മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ നാഥാ. പടച്ചവനെ, നീ ഇഷ്ടപ്പെട്ട സ്വർഗത്തിന്റെ അവകാശികൾ ഇവിടെ ഇരിക്കുന്നുണ്ട് തമ്പുരാര്. മനസ്സ് കൊടുക്കുന്നവൻ നീയാണ്, മനസ്സ് കൊടുക്കുന്നവൻ നീയാണ്. പടച്ചവനെ, മരണസമയത്ത് സ്വർഗം കണ്ട് മരിക്കുന്നവര് നീ തെരഞ്ഞെടുക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. ഖുലൂ തക്ബീർ, എഴുന്നേക്ക്, ഖുലൂ തക്ബീർ. ബാ ഇൻഷാ അല്ലാ, എല്ലാവരും എഴുന്നേറ്റ് വാ, ദുആ ചെയ്യാം. ബാ ഇൻഷാ അല്ലാ, എല്ലാവരും വരി, പുറത്തേക്കണവരൊക്കെ കയറി ഇൻഷാ അല്ലാ. പെട്ടെന്ന് ഇനി എല്ലാവരും ഇറങ്ങിക്കോ. ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നവർ ഒന്നി ഇറങ്ങ്, അല്ലെങ്കിൽ പൊക്കോ. ഒന്നി നീ ഇങ്ങോട്ട് പോ, ഒന്നി ഇറങ്ങ് ഇൻഷാ അല്ലാ. പെട്ടെന്ന് എല്ലാവരും ഇൻഷാ അല്ലാ. സഹോദരിമാരൊക്കെ എഴുന്നേക്ക്, അൽഹംദുലില്ലാ. സഹോദരിമാരൊക്കെ എഴുന്നേക്ക് ഇൻഷാ അല്ലാ. സ്വർണ്ണ ഊരി ഇൻഷാ അല്ലാ. ഇതേ സംഘാടകര് പോ, ഇന്ന് ഊരി കൊടുത്തിട്ട് പൊക്കോ. ഇന്നും കൂടെ നിനക്കൊള്ളൂ, ഇന്ന് തീരെ ഇനി അടുത്ത കൊല്ലമേ ഉള്ളൂ. മോളെ, മരിച്ച സ്വർഗം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്ന് ഇൻഷാ അല്ലാ ഇറങ്ങി വാ, പെട്ടെന്ന് ഇറങ്ങി വാ. മുകളിലിരിക്കണവരൊക്കെ ഇറങ്ങി ഇൻഷാ അല്ലാ. 25 പേര് ഖുലൂ തക്ബീർ. ഹാഫിദ് നിങ്ങൾ എത്ര പേരുണ്ട് ഉസ്താദ് ഇവിടെ? അൽഹംദുലില്ലാ. പെട്ടെന്ന് 25 പേര് ഖുലൂ തക്ബീർ. ഒരു പ്രതിഫലം കൂടെ ഞാൻ പറയും, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഒരു പ്രതിഫലം കൂടെ ഞാൻ പറയും. അള്ളാഹു നൽകുമാറാകട്ടെ. ഇറങ്ങി വാ എല്ലാവരും ഇറങ്ങി വാ ഇൻഷാ അല്ലാ. 25 പേര് ഖുലൂ തക്ബീർ. പെങ്ങളെ ആരാ ഉള്ളത്? 100 മക്കളുടെ ഉമ്മയാകാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ ചുമക്കുന്ന, റബ്ബിൻ്റെ ഇൽമ പഠിക്കുന്ന, അവിടെ നിന്ന് പറഞ്ഞു വൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശികൾ ആലിമീങ്ങൾ. ആ ആലിമിന് പഠിക്കുന്ന മക്കളുടെ ഉമ്മയാകാൻ താല്പര്യമുള്ള ആരാ ഉള്ള? ഇൻഷാ അല്ലാ ഒന്ന് പോയേ, എനിക്കൊരു പെണ്ണെങ്കിലും വേണം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. 25 പേര് ഖുലൂ തക്ബീർ. ആരാ? ഇൻഷാ അല്ലാ എനിക്ക് വേണം. ഇനി ആരാ? ഒരാൾ കൂടെ ഈ സദസ്സിൽ, ഒരാൾ കൂടെ ഇൻഷാ അല്ലാ. ഉസ്താദെ ഞാനുണ്ട്, എനിക്ക് സ്വർഗം മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടെ എനിക്ക് വേണം ഇൻഷാ അല്ലാ. 26 ഖുലൂ തക്ബീർ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. പൊന്നുമോൻ ഹിഫ്ളിന് പഠിക്കുന്നുണ്ട്. അള്ളാഹു നീ അവനെ ഹാഫിളാക്കി കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. അദ്ദേഹം തൻ്റെ മകൻ ഇവിടെ പഠിക്കുന്നുണ്ട്. ഉസ്താദെ, എൻ്റെ മോന് മാത്രമല്ല, ഇവിടെ പഠിക്കണ 100 മക്കൾക്ക് ഒരു ദിവസം ഖുലൂ തക്ബീർ. 27 ഇറങ്ങ് സ്വർഗം. 28 അൽഹംദുലില്ലാ വാപ്പ അൽഹംദുലില്ലാ. ആരാ? 28 പേരായി ഇൻഷാ അല്ലാ. എനിക്കൊരു 2 പേര് കൂടെ, 2 പേര് കൂടെ 30 മക്കൾ. അൽഹംദുലില്ലാ, സന്തോഷം. ഞാൻ സുഖമില്ലാഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ചിലപ്പോൾ അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തുന്ന ഈ രോഗം ഇത് കാരണമായിരിക്കും. 28 പേരായി. ഒരു 2 അടിമകൾ. അൽഹംദുലില്ലാ. മുസ്തഫ ഹാഫിള പഠിച്ച ഹാഫിളായി. അവൻ ഹാഫിളായി. അൽഹംദുലില്ലാ. അവൻ്റെ വാപ്പ അള്ളാഹുവെ ഈ മോൻ്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ ആ സാധുവിന് ഭാഗ്യം കൊടുക്കണേ അല്ലാ. 29 ഖുലൂ തക്ബീർ. ആരാ? ഒരാൾ കൂടെ ഇൻഷാ അല്ലാ. ഒരാൾ കൂടെ എനിക്ക് വേണം ഇൻഷാ അല്ലാ. 30ാമത്തെ അടിമ ഇൻഷാ അല്ലാ. ഒരാൾ കൂടെ കൈപൊക്കിക്കാൻ ഇൻഷാ അല്ലാ. ആരാ ഉള്ളേ? അൽഹംദുലില്ലാ. ഒരു ചെറുപ്പക്കാരൻ. അൽഹംദുലില്ലാ. 30 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാഥാ, നിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണമാ അല്ലാ. ഉസ്താദേ, എത്രയാണെങ്കിലും എനിക്ക് അല്ലാഹു ആയുസ് തന്നാ കൊടുക്കാ. എത്രയോ സമ്പന്നന്മാർ ഈ സദസ്സിലിരിക്കുമ്പോ പാവപ്പെട്ടവനായ ഈ മനുഷ്യനെ നീ സ്വർഗം കൊടുക്കാൻ തെരഞ്ഞെടുത്തതാണ്. ഈ 30
പേരെയും സ്വീകരിക്കണേ അല്ലാ. അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള മുറാദുകൾ നിനക്കറിയാ, സാധിച്ചു കൊടുക്കണേ അല്ലാ. ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. ഈമാനോടുകൂടിയുള്ള ഒരു മരണം കൊടുക്കണേ നാഥാ. അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈ 30 പേർക്കും ഇവര് കൊടുത്ത സദക്കയുടെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ നാഥാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. കയ്യിൽ കിടന്ന ഒരു സ്വർണ്ണവള ഉസ്താദേ, പ്രായമുള്ള ഉമ്മ പോലും ഊരുന്നില്ല ഉസ്താദേ. മുടിയെല്ലാം നരച്ചു പോയാ കബറിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഉമ്മയും സ്വർണ്ണമിട്ടുകൊണ്ടിരിക്കുകയാ. എനിക്കെന്തിനാ എന്റെ ഉമ്മ വെറും കയ്യോടെ പോകുന്നത് ഞാൻ കണ്ടതാണ്. എത്രയോ പേരുടെ ജനാസ ഞാൻ കണ്ടിട്ടുണ്ട്. വെള്ള തുണിക്കകത്ത് പൊതിഞ്ഞു കൊണ്ടുപോകുന്ന കാഴ്ച കണ്ട പെങ്ങളാ. തന്റെ കയ്യിൽ കിടന്ന ഒരു സ്വർണ്ണവള അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി തന്നിരിക്കുന്നു നാഥാ. ഇത് കിടന്ന ശരീരം നീ അറുത്തു മുറിക്കല്ലേ അല്ലാ. കൈകാലുകൾ വെട്ടിമുറിക്കല്ലേ അല്ലാ. മാരക രോഗം കൊടുക്കല്ലേ അല്ലാ. ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ല റബ്ബേ. പടച്ചവനെ, സ്വർണ്ണമോതിരം തന്ന സഹോദരി അല്ലാഹുവേ, മനസ്സിന്റെ ഉള്ളിലെ നിയ്യത്തിന് നിനക്കറിയാ. വെറും കയ്യോടെ മടക്കല്ല അല്ലാ. നല്ല മരണം കൊടുക്കണേ അല്ലാ. ഈ മോതിരം തന്ന പെങ്ങള് ഏതെങ്കിലും ഒരു മാരക രോഗത്തിന്റെ അണുക്കളാ പെണ്ണിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. പടച്ചവനെ, എന്തിനാ ഉസ്താദ് ഈ പ്രായമായ എനിക്കെന്തിനാ പടച്ചവരെ ചെവിയിൽ കിടന്ന കമ്മലൂരി തന്നിരിക്കുകയാ. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ആ ഉമ്മയ്ക്ക് സ്വർഗം കണ്ട് മരിക്കാ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സ്വഭാവാക്കണേ റബ്ബേ. പടച്ചവരെ, മനോഹരമായ ഒരു ജോഡി കമ്മലല്ലാ ഉസ്താദേ, ഇതെന്റെ ശരീരത്ത് കിടക്കുമ്പോൾ എനിക്കുള്ള സൗന്ദര്യത്തിനെക്കാളും വലിയ സൗന്ദര്യം എനിക്കും മരിച്ചു കിടക്കുമ്പോഴും വേണം ഉസ്താദ്. എന്റെ ജനാസ കാണുന്ന ഓരോ പെണ്ണും ഞാൻ മരിച്ചതുപോലെ മരിക്കാൻ കൊതിക്കണം. അല്ലാഹുവേ, ഈ 100 മക്കൾ എന്റെ മക്കളാണ്. ഇവരുടെ കയ്യിൽ പിടിച്ചെനിക്ക് സ്വർഗത്തിൽ പോകണം. ഇവരെന്റെ മയ്യത്ത് നിസ്കരിക്കുമല്ലോ. ഇവരെനിക്ക് വേണ്ടി ആസീരോധി ദുആ ചെയ്യുമല്ലോ. ഇവര് ഖുർആൻ ഓതിയാ എനിക്കും പ്രതിഫലം കിട്ടുമല്ലോ. ഈ സ്വതക്കയെ സ്വീകരിക്കണേ അല്ലാ. പടച്ചവരെ, കയ്യിൽ കിടന്ന മനോഹരമായ ഒരു മോതിരം ഉസ്താദേ, ഈ വഅദിന്റെ അവസാന ദിവസമല്ലേ, ഹാഫിളീങ്ങളും ആലിമീങ്ങളും മലക്കുകളും ആമീൻ പറയുന്ന സദസ്സല്ലേ. വെറും കയ്യോടെ മടക്കല്ല അല്ലാ. ആ പെണ്ണിന്റെ വീട് നീ ഏറ്റെടുക്കണേ അല്ലാ. ആ പെണ്ണിനെ നീ കഅബാലയത്തിന്റെ മുറ്റത്തെത്തിക്കണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ റബ്ബേ. അൽഹംദുലില്ലാ. സാധു, കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ വർഷം ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് മൂത്രത്തിലെ കല്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാ, കഴിഞ്ഞ വർഷം ഈ സദസ്സിൽ വെച്ചിട്ടൊരു മോതിരം ഞാൻ ലേലം ചെയ്തു. അന്ന് അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് അല്ലാഹു കാക്കുന്നതിന് വേണ്ടി ദുആ ചെയ്തിട്ട് കൊടുത്തപ്പോൾ ആ മനുഷ്യനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ കിഡ്നിയിലെ കല്ലിന്ന് കാണാനില്ല. അദ്ദേഹത്തിൻ്റെ കിഡ്നിയിലെ കല്ല് അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. ആ മനുഷ്യൻ്റെ ഭാര്യ, പടച്ചവനെ, ഇവിടുത്തെ ഒരു കുട്ടിക്ക് അല്ലാഹുവേ 100 മക്കൾക്കൊരു ദിവസം അല്ലാ ആ പെങ്ങളെയും ഈ മനുഷ്യനെയും നീ സ്വർഗത്തിലും ജോഡികളാക്കണേ അല്ലാ. അവരെ കുടുംബസമേതം നീ സ്വർഗത്തിലെത്തിക്കണേ തമ്പുരാനെ. കുലൂത്ത കുബീർ. അൽഹംദുലില്ലാ. 31 പേര് ഇൻഷാ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാ. ആഷിഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഗൾഫിൽ നിന്നിട്ട് അൽഹംദുലില്ലാ, അല്ലാഹുവേ പ്രവാസിയ നീ അവൻ്റെ ജോലിയിൽ ഖൈറും ബറക്കത്തും നൽകണേ തമ്പുരാനെ. സമാധാനമുള്ള ജീവിതം നൽകണേ റഹ്മാനെ. 32 സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര വയസ്സ്? ഇപ്പം 32 നിൽക്കുന്നു. ഇനി സ്വർഗത്തിൽ പോകാൻ ഒരാൾ കൂടെ വേണം. സ്വർഗത്തിൽ പോകാൻ അൽഹംദുലില്ലാ. ആരാപ്പ? ഇൻഷാ അല്ലാഹ്. അവിടെ ഒരാളും മരിച്ചുപോയ ഉപ്പയുടെ മണ്ണറ മണിയറയാകാൻ ഒരു പൊന്നുമോൻ. ആ സ്വർഗത്തിൻ്റെ കവാട ഇന്ന് ഖബറിൻ്റെ അകത്ത് നീ തുറന്നു കൊടുക്കണേ അല്ലാ. ആ വാപ്പയ്ക്ക് നീ പെരുന്നാളിൻ്റെ സന്തോഷമാക്കണേ അല്ലാ.
ആ മകൻ്റെ മുഖത്ത് കണ്ട ചിരി നീ മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി കൊടുക്കണേ അല്ലാ. ആ സാധുവിൻ്റെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. പടച്ചവനെ ഒരാളെ കൂടെ നീ തിരഞ്ഞെടുക്കണേ റബ്ബേ. അള്ളാഹു സ്വീകരിക്കട്ടെ. 34 അള്ളാഹു ഏകന, അള്ളാന് ഒറ്റയാ ഇഷ്ടം, എനിക്ക് ഒറ്റയാ ഇഷ്ടം. 34 ഒരാൾ കൂടെ വേണം. ആരാ? ഒരാൾ കൂടെ ഇൻഷാ അല്ലാ. 100 മക്കൾക്ക് ഊരിക്കോ. നിന്റെ അവസാനത്തെ രാത്രിയെ ഊരി കൊടുത്തിട്ട് പോയാൽ നാളെ മയ്യിത്ത് നിസ്കാരമുണ്ട്, ദുആയുണ്ട്. ഇല്ലെങ്കിൽ ഇതും കൊണ്ട് വീട്ടിൽ പൊക്കോ. മക്കൾ കടന്ന് തമ്മിലടിക്കുന്നത് കാണാം സ്വർണത്തിന് വേണ്ടി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. 34 ഒരാൾ കൂടെ. ഈ കോളേജിലെ 100 മക്കൾക്ക് ഉസ്താദന്മാർക്ക് ഒരു നേരം. ആരാ? ഒരാൾ കൂടെ. കൈപൊക്കിക്ക്. ആണോ പെണ്ണോ ആലോചിക്കണ്ട. തിരിച്ചും മറിച്ചും ഇതാണ് നിന്റെ യഥാർത്ഥ സമ്പാദ്യം. ഇത് ജാരിയായ സദഖയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആരെങ്കിലും ഒരാൾ, ആരാ? ഒന്ന് കൈവക്കിക്കാൻ ഇൻഷാ അല്ലാ. ഏറ്റവും പുറകിൽ നിന്നിട്ടൊരാൾ ഇവിടെയും വന്നു. വീണ്ടും 36 കുലൂ തക്ബീർ. 36 പേര്. അൽഹംദുലില്ലാ. മതിയല്ലോപ്പ. നിങ്ങളൊന്ന് ചിരിക്കും മനുഷ്യ. 36 പേര് കുലൂ തക്ബീർ. നിങ്ങൾ ചോദിക്കും ഉസ്താദെ 12,000 രൂപ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു എമൗണ്ടാണ്. ഒരു ചെറുത് ചോദിച്ചിരുന്നെങ്കിൽ, ഉമ്മ പാപ്പ, ഈ കോളേജിൽ പഠിക്കണ ഒരു കുട്ടി ഒരു മാസം തിന്നുന്ന ഭക്ഷണം 3000 രൂപ. നീയും നിൻ്റെ ഭാര്യയും നിൻ്റെ മക്കളും നിൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഒരു മന്തി ബിരിയാണി അടിച്ചാൽ 3000 തീരും. നമ്മുടെ വീട്ടിൽ ഒരു ദിവസം നമ്മൾ തിന്നുന്ന ഭക്ഷണത്തിൻ്റെ പൈസയാണ് ഈ സ്ഥാപനത്തിൽ പഠിക്കണ ഒരു കുട്ടി ഒരു മാസം. 3000 അല്ലേ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു മാസം 3000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടാകുമ്പോൾ അടുത്ത ഒരു കൊല്ലത്തിനിടയിൽ എന്നെങ്കിലും ഒരു ദിവസം ഈ സ്ഥാപനത്തിലെ ഒരു കുട്ടിക്ക് ഒരു മാസം അന്നം കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. താല്പര്യമുള്ള ഈമാനുള്ളവർ കൈവക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. 1 2 3 4 5 6 7 8 9 10 11 ഇൻഷാ അല്ലാഹ്. 26 കുലൂ തക്ബീർ. 27. ഇനി ആരാ ഉള്ളേ? 3000 രൂപ. 28 29 3000 രൂപ. 29 30. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. 31 പേര് കുലൂ തക്ബീർ. ഉറക്കപ്പറ കുലൂ തക്ബീർ. ഇൻഷാ അല്ലാഹ്. 2 പേര് കൂടെ കൈവക്കിക്കേ. 31 32 33 34 35. ഇൻഷാ അല്ലാഹ്. പുറകിൽ നിൽക്കണ ചങ്ങായിമാര് 36. ആ പുറകിൽ നിൽക്കണവര് 36 ഒന്ന് കൈവക്കിക്കേ. ഇൻഷാ അല്ലാഹ്. ആ കൂട്ടത്തിൽ ഒരാൾ. അൽഹംദുലില്ലാ. 37 പേരായി ഇൻഷാ അല്ലാഹ്. ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് ദുആ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ നാട്ടുകാരനാ. ഒരു 100 കുട്ടികൾക്ക് ഒരു ദിവസം കുലൂ തക്ബീർ. അൽഹംദുലില്ലാ. മുസ്തഫ എന്ന സഹോദരൻ, വാപ്പാടെ പേര് കുഞ്ഞാലിയുടെ തൻ്റെ വാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യും. അൽഹംദുലില്ലാ. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് 34. ആരാ? 2 പേര് കൂടെ കൈവക്കിക്കേ. 3000 രൂപ. കൂടുതലില്ല. അൽഹംദുലില്ലാ. 35 36 37 കുലൂ തക്ബീർ. 38 ഒന്ന് കൈവൊക്ക ചങ്ങായിമാരെ. 38. 2 പേര് കൂടെ 40 തികയ്ക്ക്. ആണുങ്ങൾ ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ ഇങ്ങോട്ട് മാറിയെന്ന് പിന്നെഴുതാ അങ്ങോട്ട് മാറിയില്ല. ഇൻഷാ അല്ലാഹ്. 38. ഇനി 2 പേര് കൈവക്കിക്ക. 39. ഒരാൾ കൂടെ. അൽഹംദുലില്ലാ. 40. 10 പേരുടെ പേര് പറഞ്ഞിട്ട് നബി പറഞ്ഞു 10 പേരും സ്വർഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ പേര്, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള ഒരു 10 പേരുണ്ടെങ്കിൽ ഈ കോളേജിലെ 10 മക്കൾ കൂടെ ഉണ്ട്. അൽഹംദുലില്ലാ. നിങ്ങളെ കൊണ്ട് കഴിയുന്നവർ ഒരു കൊല്ലം നിങ്ങളുടെ മുന്നിൽ തരുന്നു. 3000 രൂപ മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കുക. ഒരു 10 പേര് കൂടെ എനിക്ക് വേണം ഇൻഷാ അല്ലാഹ്. 1 2 പൊങ്ങട്ടെ. 3 പെട്ടെന്ന് 4. അൽഹംദുലില്ലാ. 5 കുലൂ തക്ബീർ. 6 കുലൂ തക്ബീർ. 7ാമത്തെ അടിമ മതിപ്പ. 7 8. 2 പേര് കൂടെ. 8 പേര് കൂടെ ഇൻഷാ അല്ലാഹ് കൈവക്കിക്കുക. 9 ഒരാൾ കൂടെ. 10 അൽഹംദുലില്ലാ. 50 ബറക്കത്തിന് ഒരാൾ കൂടെ. 51 കുലൂ തക്ബീർ. ഉറക്കപ്പറ കുലൂ തക്ബീർ. ഇൻഷാ അൽഹംദുലില്ലാ. ഇനി പെണ്ണുങ്ങളൊന്ന് മാറിയുന്നേ.
ഉമ്മ ഓസിന് സ്വർഗത്തിൽ പോണ ഉമ്മ എഴുന്നേക്ക് ബിസ്മില്ല, എഴുന്നേറ്റോ, ഇരിക്കണ്ട എഴുന്നേറ്റോ, എല്ലാം എഴുന്നേറ്റ് നിൽക്കി, ഇനി ഇരിയൊന്നുമില്ല, എഴുന്നേറ്റ് നിന്നോ. നീക്ക് 500 1000 മാറാൻ ബാങ്കിൻ്റെ മുന്നിൽ ഒരു അസുഖവും ഇല്ലായിരുന്നു. എഴുന്നേക്ക്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഇവിടെ നിൽക്കുന്നവരെ നീ പരലോകത്ത് നിർത്തി ബുദ്ധിമുട്ടിപ്പിക്കല്ലേ പടച്ചവനെ. ഈ കാല് സിറാത്തിൽ നീ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. ഒരു കുട്ടിയെ 1 മാസം അന്നം കൊടുക്കാൻ മനസ്സുള്ള ഉമ്മമാര് 1 മാസത്തെ കേബിളിൻ്റെ പൈസ, നിന്റെ 1 മാസത്തെ കേബിളിൻ്റെ പൈസ താല്പര്യമുള്ളവരെന്ന കൈവക്കിക്ക് ഒന്ന് പെട്ടെന്ന് ഉഷാറായിട്ടൊന്ന് എഴുതിയെടുത്ത് ഇൻഷാ അല്ലാഹ്. അങ്ങ് മുകളിൽ നിൽക്കണം ഉമ്മമാരൊക്കെ എഴുന്നേറ്റോ. ബിസ്മില്ല, അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. 53 54 55 56 57 കുലൂ തക്ബീർ, 57 കുലൂ തക്ബീർ. ഒന്ന് കൈവക്കിക്ക്. 58ാമത്തെ ഒരു താത്ത കൈവക്കിക്ക്. ഒന്ന് പൊങ്ങട്ടെ. ബിസ്മില്ല, ഒന്ന് എഴുതിയിട് പെട്ടെന്ന്. സ്വർണ്ണം ഊര്. ആ പൊക്കിയ കയ്യിലൊരു മോതിരം കിടക്കുന്ന ഊരിത്താ. ഊരിക്കോ, ഇന്നും കൂടെ പറ്റൂ. ഇപ്പം ചിരിക്കാൻ പൈസ വേണ്ട, ഇപ്പം ചിരിക്കാൻ ആർക്കും പറ്റും. മരിക്കുമ്പോൾ ചിരിക്കാനുള്ള വഴിയാ പറയണെന്ന്. അൽഹംദുലില്ലാ. 59 60 60 ഇങ്ങോട്ട് പെട്ടെന്ന് മനുഷ്യ. 60 61 2 പേരല്ലേ ഉള്ളൂ. 62 60 അങ്ങോട്ടാ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. കുലൂ തക്ബീർ. മുത്തുനബി വഫാത്തായത് 63ാമത്തെ വയസ്സിൽ. ഇപ്പം 63ആയി. കുലൂ തക്ബീർ മതിയല്ലോ, അർത്ഥല്ലേ? ഇൻഷാ അല്ലാഹ്. 63 മുത്തല്ലിമീങ്ങളായി 1 മാസം. ഉസ്താദ് ഇങ്ങോട്ട് പെട്ടെന്ന് ഒന്ന് വേടിയിരിപ്പ. മുത്തല്ലിങ്ങൾ എന്ത് ചെറിയ മുത്തല്ലിങ്ങൾ. ആ മുത്തല്ലിങ്ങളായ മക്കളെ അങ്ങോട്ട് വിടും. മക്കളെ നിങ്ങളുടെ സ്വർഗത്തിൽ പോകാൻ, നിങ്ങളുടെ കൈ പിടിച്ച് പോകാൻ മോതിരം. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. മതി തന്നേരം മോതിരമൊക്കെ. ഈ മുത്തല്ലിങ്ങളെ വിട്ട അമ്മമാർ പോയാൽ സ്വർണ്ണം ഇങ്ങ് മേടിച്ചുകൊണ്ട് വന്നേനെ. ചെറിയ മുത്തല്ലിങ്ങൾ അവനെ കണ്ടാൽ തന്നെ ഊരി കൊടുക്കും ഉമ്മമാർ. ഇൻഷാ അല്ലാഹ്. ഇവിടെ മുത്തല്ലിങ്ങളങ്ങ് വിട്ടാൽ മതി. എടാ ഹാഫിളീങ്ങളായ മുത്തല്ലി മക്കളെ അങ്ങോട്ട് പറഞ്ഞു വിടാം. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. നിങ്ങൾ പോയാൽ തരും മക്കളെ. എടാ നിന്റെ കയ്യെ പിടിച്ച സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള ഉമ്മ തരും. നിങ്ങളുടെ കയ്യെ പിടിച്ച സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള ഉമ്മമാര് തരുമ്പോ കുലൂ തക്ബീർ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ അൽഹംദുലില്ലാ. 63 6 ആയപ്പോ 69 അല്ലേ? അങ്ങനല്ലേ ഇപ്പൊ കണക്ക്? 70 അയക്കണ്ടേ? 70. ഇൻഷാ അല്ലാഹ് 70. കുലൂ തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. കുലൂ തക്ബീർ. അൽഹംദുലില്ലാ. 70 മക്കൾക്കായി. ഇൻഷാ അല്ലാഹ്. ഇനി ഉമ്മമാര് തന്നെ വിചാരിക്കണം, 100 മക്കളുണ്ട് ഉമ്മ, 70 ആക്കി നമുക്ക് വിടാൻ പറ്റുമോ? 70 മക്കളാക്കി ഉപേക്ഷിക്കാൻ പറ്റുമോ? ബാക്കി മക്കൾക്കൂടെ നിങ്ങൾ അന്നം കൊടുത്ത അൽഹംദുലില്ലാ. എന്ത് സന്തോഷം ഉമ്മ. 2 മാസത്തെ കേബിളിൻ്റെ പൈസ കൊടുത്തിട്ട് സ്വർഗത്തിൽ പോയി. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. 2 പേര് മതി ഇപ്പ. ഇൻഷാ അല്ലാഹ്. പിടിച്ചുള്ളത് മതി. ഇൻഷാ അല്ലാഹ്. എന്താപ്പാ 5 കൂടെ ആയപ്പോൾ 75 76 77 ഇൻഷാ അല്ലാഹ്. 77 ഇൻഷാ അല്ലാഹ്. കുലൂ തക്ബീർ. 77 കുലൂ തക്ബീർ. പോരാ മുകളിലോട്ട് പോ. ഇവിടെ സ്ക്രീനകത്ത് തന്നെ കാണുന്ന താത്ത അങ്ങോട്ട് പോ. ഉമ്മമാരൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ്. 77 78 തയ്ച്ചൂടെപ്പാ. ഇത് പറ്റുമോ? ആരെങ്കിലും ഉണ്ടാ? ഒരു 3000 രൂപ 1 മാസം. അൽഹംദുലില്ലാ. 77 78 78 ഇൻഷാ അല്ലാഹ്. ഇനി 2 പേര് കൂടെ 79 79 80 2 പേര് കൈവക്കിക്ക്. ആണുങ്ങൾ ഞാൻ നിർത്താം, പോവാ. എനിക്ക് പോകാൻ സമയമായി. നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോകണം. ഇൻഷാ അല്ലാഹ്. ഒരു 2 പേര് 1 മാസം. അൽഹംദുലില്ലാ. ഞാൻ കൊടുക്കാം. മനസ്സുള്ളവരൊന്ന് കൈവക്ക്. ഒന്ന് കൈവങ്ങട്ടെ. ഇൻഷാ അല്ലാഹ്. ആരല്ലേ? അൽഹംദുലില്ലാ. അതുകൊണ്ടൊരു ചെറുപ്പക്കാരൻ. കുലൂ തക്ബീർ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. 80 പേരായി. കുലൂ തക്ബീർ. ഇതാ ഒരു താത്ത കൈയൊക്കെ കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് നിൽക്കുന്ന അതിനിടെ കയ്യും പൊക്കനുണ്ട്. 81 ഇൻഷാ അല്ലാഹ്. ഇനി ആ താത്ത 82 ഇൻഷാ അല്ലാഹ്. 83 അൽഹംദുലില്ലാ. ഇനി ഒന്ന് മനസ്സ് വെക്ക് ചങ്ങായിമാരെ. കുറച്ച് പേരായി നിങ്ങൾ നിൽക്കല്ലേ ഇൻഷാ അല്ലാഹ്. ആ ഏറ്റവും പുറകിലുള്ള താത്തമാരൊന്നും പരിഗണിക്കണില്ലല്ലോ. അപ്പോൾ ഒന്ന് പോ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. 1 2 3 4 5 5 മോതിരവും 1 ലോക്കറ്റും. ഇൻഷാ അല്ലാഹ്. എനിക്കൊരു മോതിരം കൂടെ വേണം. എളുപ്പം താ. ഞാൻ പോവാ. മോനെ ചോദിക്കണ ഊരി തന്നാ നാളെ പറയും സിറാജേ എൻ്റെ പൊന്നു മോനെ തരാൻ പറ്റിയല്ലോ, തന്നില്ലല്ലോ എന്നോർത്ത് കരയരുത്. ഒരു മോതിരം കൂടെ ഊരിത്ത. ഉസ്താദന്മാരൊക്കെ ഇരിക്കണം. ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് സലാത്ത് പറ. അപ്പുറത്ത് യുദ്ധം നടക്കുന്ന മനുഷ്യ. 1 രൂപ കൊടുക്കണമെങ്കിൽ 70 ശൈത്താനെ പരാജയപ്പെടുത്തണം. മോതിരം ഊരണമെങ്കിൽ എത്ര എണ്ണത്തിന്?
3000 കൊടുക്കണമെങ്കിൽ എത്ര എണ്ണത്തിന്? അപ്പുറത്ത് യുദ്ധം നടക്കുന്നു, ഒന്ന് എരിയേറ്റി കൊടുത്ത് സലാത്ത് പറഞ്ഞേ സല്ലല്ലാഹു. അൽഹംദുലില്ലാ, ഒരു സഹോദരി സന്താനം ഉണ്ടാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ അൽഹംദുലില്ലാ 82 ഒരു മോതിരം കൂടെ കിട്ടി. കുലൂ തക്ബീർ. മരിച്ച ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. ഇനി എന്തിലുണ്ടാ? 3000 വന്നിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. നേരത്തെ പറഞ്ഞതാണോ ഇപ്പോൾ വന്നതാണോ? ഇൻഷാ അല്ലാഹ്. വാഫിക്ക് പഠിക്കുന്നൊരു കുട്ടിയുടെ ഉപ്പ ഉമ്മ 5000 രൂപ തന്നിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മട രോഗം ശിഫയാകാൻ അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ 86 പേരാ, 87 പേരാ ഇൻഷാ അല്ലാഹ്. 87 അൽഹംദുലില്ലാ. കണ്ടോ ആമിന? ഇങ്ങോട്ട് പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് നോക്ക്. ഒരു ഉമ്മ സ്വർണ്ണ ഊരി കൊടുത്തിട്ട് സ്വർഗത്തിൽ പോകുന്നു, നീ ഇട്ടോണ്ടെന്നില്ല അവിടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ 90, 91 കുലൂ തക്ബീർ 100 തികയ്ക്കണം. ഞാൻ ഇന്ന് പോവും, എൻ്റെ അസുഖം ഇന്ന് മാറും ഇൻഷാ അല്ലാഹ്. 100 തികയ്ക്കണം ഇൻഷാ അല്ലാഹ്. 92, 93 ഇനിയും പോ ഇൻഷാ അല്ലാഹ്. 94 ഇൻഷാ അല്ലാഹ്. 94 100 മക്കൾ ഇവിടെ ഭക്ഷണം കഴിക്കും ഇൻഷാ അല്ലാഹ്. 100 ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. എന്തിനാ ഉമ്മ 12000 ഇപ്പോൾ വരണേ? 100 തയ്ക്കാനുള്ള പാടുപെടുമ്പോൾ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ 38, 39 അതവിടെ കിടക്കട്ടെ ഇൻഷാ അല്ലാഹ്. 39 വെടിയിൽ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ 100 ആയോപ്പാ? നിർത്തിക്കൂടെ? ഉള്ളത് മതിപ്പാ ഇൻഷാ അല്ലാഹ്. 2 ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ മതി ഇൻഷാ അല്ലാഹ്. 98, 99 കുലൂ തക്ബീർ. ഒരാൾക്കൂടെ ഇനി വോയിസ് ഉള്ളൂ, ഒരാളും കൂടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ 100 തികയ്ക്കണം. ആരാ മനസ്സ് വെച്ചോ ഇൻഷാ അല്ലാഹ്? ഉണ്ടോ? ആയി മതി. 100 മക്കളായില്ലേ? ഉസ്താദ്മാർ എത്ര പേരുണ്ട്? ഉസ്താദ്മാർക്കും വേണം ഇനി? ചിരി മനുഷ്യ. അൽഹംദുലില്ലാ. എത്ര ഉസ്താദ്മാരുണ്ട്? 5 ഉസ്താദ്മാർ ഇൻഷാ അല്ലാഹ്. ഒരു ഉസ്താദിന് നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഒരു ഉസ്താദിന് നിങ്ങൾ കൊടുക്കാം. 2 ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ആരാ അപ്പം? ഇനി ആരാ ഉള്ള? സെക്രട്ടറി പ്രസിഡന്റ് നിങ്ങളൊരാൾ. 3 കുലൂ തക്ബീർ. ഞാൻ മാറിയില്ല, ഇനി ഒരാളും കൂടെ പിടിക്കട്ടെ ആരെങ്കിലും. ഉസ്താദ്മാരുടെ കാര്യം നിങ്ങൾ നോക്കാം. മതി അൽഹംദുലില്ലാ. 105 പേരാ മതിപ്പാ. എല്ലാം കൂടെ എന്തിനാപ്പാ? മതി, ഇനി അടുത്തല്ലോ മതി. അൽഹംദുലില്ലാ കൂടുതലായ പാടാ. മതി അൽഹംദുലില്ലാ. സന്തോഷം. അള്ളാഹു ഈ ചിരി എന്ന് നിലനിർത്തി തെരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അള്ളാഹുവേ 6 മോതിരം, ഒരു മനോഹരമായ ഒരു വള, ഒരു സ്വർണത്തിൻ്റെ ലോക്കറ്റ്. അല്ലാഹ് നീയാ ഇവരെ മൊത്തവും തിരഞ്ഞെടുത്ത്. ഇവർക്ക് സ്വർഗമല്ലാതെ വേറൊന്നും കൊടുക്കല്ലേ അല്ലാഹ്. ഇവർക്ക് സ്വർഗമല്ലാതെ വേറൊന്നും കൊടുക്കല്ലേ അല്ലാഹ്. അള്ളാഹുവേ നരകം ഇവർക്ക് ഹറാമാക്കണേ അല്ലാഹ്. സ്വർഗം ഇവർക്ക് വുജൂബാക്കണേ അല്ലാഹ്. അള്ളാഹുവേ മുത്ത് നബിയുടെ റൗളാ ശരീഫിന്റെ മുറ്റത്ത് ചെന്ന് സലാം പറഞ്ഞു. അള്ളാഹുവേ ദുനിയാവിലെ 2ാമത്തെ സ്വർഗത്തിലിരുന്ന് നിസ്കരിച്ച് തൗബ ചെയ്യാൻ ഈ പാപങ്ങൾക്ക് നീ ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. അപ്പോൾ ദുആ ചെയ്യാപ്പ. ഇനി അവസാനം ഗൾഫിൽ നിന്ന് മതിയപ്പ ഇൻഷാ അല്ലാഹ്. അവിടെ നിൽക്കപ്പാ ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഉസ്താദിൻ്റെ കയ്യിൽ കിടന്ന ഒരു മോതിരം, എൻ്റെ പ്രിയമുള്ളവരെ, ബഹുനിനായ ഉസ്താദിൻ്റെ കയ്യിൽ കിടന്ന ഒരു മോതിരം. എൻ്റെ പ്രിയമുള്ളവരെ, ഇതിൻ്റെ മഹത്വം ഞാൻ നിങ്ങളോട് പറയണ്ട, നിങ്ങൾക്കറിയാം. ആ പ്രായമുള്ള സ്വർണം മദീനി ഏട്ടാ. ഫൈസ നിർത്തി ഒരിക്കോ ഇനി ഇൻഷാ അല്ലാഹ്. സഫിയ എന്ന് പറയുന്നൊരു സഹോദരി ഗൾഫിൽ നിന്ന് മകൻ പറഞ്ഞതാ. അൽഹംദുലില്ലാ 3 വിദ്യാർത്ഥികളെ ഏറ്റെടുത്തിരിക്കുന്നു. കുലൂ തക്ബീർ. അള്ളാഹു ആ ഉമ്മയ്ക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ആ ഉമ്മയുടെ കാൽച്ചുവട്ടിൽ കിടക്കണ സ്വർഗം ആ മോനും കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. മതിപ്പാ മതി. ഇനി ആകെ ഉള്ളത് ഇതാ ഈ മോതി. എന്താപ്പാ? ആ മുത്തല്ലിമ ഒരു കമ്മല് കൊണ്ടുവന്ന് ഇനി നിനക്ക് ഒന്നുകൊണ്ട് എന്ത് ചെയ്യാനാ? അങ്ങനല്ലേ ഉമ്മ? ഒരു കമ്മലൂരി ഇനി അടുത്തത് കൊണ്ട് വിൽക്കാനല്ലേ പറ്റൂ.
അതെന്താ അത് ഊരാൻ ചെയ്താൻ സമ്മതിച്ചില്ലേ? എന്താടാ മുത്തലിം ഒന്ന് പോടാ മോനെ, ഈ കമ്മൽ തന്ന ഇത്താടുത്ത് നീ ഒന്നുകൂടെ പോ, ഇത്താടുത്ത് പോയിരുത്ത ഇനി ഒരെണ്ണ എന്തിനാണ് ഇൻഷാ അല്ലാ, ചിലപ്പോൾ ഇത്ത രണ്ടാമത് ഊരും, ഒന്ന് പോയി ഇൻഷാ അല്ലാ, ഒന്ന് പോയിട്ട് വന്നേ. ആ താത്തായിക്ക് എന്താപ്പാ ഒരു കമ്മൽ ഊരി, ഇനി ഒന്നെന്തിനാ, അതും കൂടെ ഊരിയ ഭാര്യക്കും ഭർത്താവിനും കൂടെ, പാപ്പായി ഉമ്മായിക്കും കൂടെ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ അതൊന്ന് പോയിട്ട് വാ ഇൻഷാ അല്ലാ. ദാ ഇങ്ങോട്ട് നോക്ക്. അൽഹംദുലില്ലാ. അള്ളാഹുവേ, ഇതാര് വാങ്ങുന്നു? മരിക്കുന്ന കാലം വരെ അറുത്തു മുറിക്കുന്ന ഒരു രോഗവും നീ കൊടുക്കല്ലേ തമ്പുരാനെ. അള്ളാഹുവേ, എന്തെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിൽ പടച്ചവനെ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാ. അള്ളാഹുവെ, നിന്റെ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ അസ്മാഉൽ ഹുസ്നയുടെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെട്ടോ അവരുടെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ നീ ശിഫയാക്കണേ തമ്പുരാനെ. ആഖിബത്ത് നന്നാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാ. ആർക്ക് വേണം? ബിസ്മില്ലാ, വിളിച്ചോ. എത്രപ്പാ? 5001. ഖുലൂ തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവേ, ആ സാധുവാ ഉയർത്തിയ കൈമരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ല അല്ലാ. ആഖിബത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാ. നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. 5001 ഖുലൂ തക്ബീർ. 6666 എൻ്റെ ആഗ്രഹം. ഇതാ ഇൻഷാ അല്ലാ. മോൻ ഹാഫിദിന് പഠിക്കുന്നുണ്ടില്ലേ? അള്ളാഹു ആ സഹോദരൻ്റെ മോനെ ഹാഫിദാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ, ആ മോൻ്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ നീ ഭാഗ്യം കൊടുക്കണേ റഹ്മാനെ. 6666 ഇൻഷാ അല്ലാ. എന്താ 6666 ഇവിടെ ഒരാൾ വിളിച്ചു. ഇനി അതിനെ കൂടുതൽ വിളിക്കണം. 8000 ഇവിടെ 8000 ഇൻഷാ അല്ലാ. ഇത് ഈ സ്ഥാപനത്തിലെ എൻ്റെ ആഗ്രഹത്തെന്നറിയോ? 12000 രൂപ. ഈ സ്ഥാപനത്തിലെ 100 മക്കൾക്ക് ഒരു ദിവസം അന്നം കൊടുക്കുന്ന പൈസയെ ഞാനിതിൽ കരുതുന്നത്. അൽഹംദുലില്ലാ, 8000 രൂപയായി. ഖുലൂ തക്ബീർ. ഉറക്കെ ഖുലൂ തക്ബീർ. അല്ലാഹുവേ, അൽഹംദുലില്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? എൻ്റെ മനസ്സിൽ കരുതി ഇത് ഞാൻ പറഞ്ഞു. എന്താപ്പാ കൈ പൊക്കിയത് വാപ്പാ? എന്താ ചങ്ങാതി? എത്രപ്പാ? ഒന്ന് നോക്കുമ്പോ 9. 12 ഇവിടെ ഒരു ചങ്ങാതി 12. അപ്പൊ ആരെങ്കിലും ഒന്ന് കയറ്റി വയ്പ്പാ. 2 രണ്ടുപേരും 12000 രൂപ. അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ആ ചങ്ങാതിക്ക് ആഗ്രഹമുണ്ട്. ആരെങ്കിലും ഒന്ന് കയറ്റി 12500 ഖുലൂ തക്ബീർ. 15 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണക്കടലായ അല്ലാഹ്, പടച്ചവനെ 500 രൂപ അല്ലെങ്കിൽ 1000 രൂപയുടെ വിലയ്ക്ക് മാത്രമുള്ള ഒരു മോതിരം, അതിന് 15000 കൊടുത്തത് പടച്ചവര്. അൽ ഉലമാ വറസത്തുൽ അംബിയാ, പ്രവാചകന്മാരുടെ അനന്തരാവകാശിയായ അല്ലാഹുവേ, നീ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ തന്നതാണ് റബ്ബേ. ആ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം നീ സാധിച്ചു കൊടുക്കണേ അല്ലാ. അവിടുത്തെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകണേ അല്ലാ. അൽഹംദുലില്ലാ. 15001 രൂപ. ഖുലൂ തക്ബീർ. ഖുലൂ തക്ബീർ. ഇൻഷാ അല്ലാ. ഉറപ്പിക്കല്ലേ? അൽഹംദുലില്ലാ. ഉറപ്പിക്കല്ലേ? സമയം ഇൻഷാ അല്ലാ. വേണോ? ആരെങ്കിലും ഉണ്ടാ? ഉറപ്പിച്ചേക്കട്ടെ. അതോടെ അൽഹംദുലില്ലാ. അപ്പൊ ഉറപ്പിക്കല്ലേ? ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കൊടുക്കല്ലേപ്പാ. അല്ലാഹുവേ, ആരൊക്കെ വിളിച്ചോ അവരെല്ലാവരെയും നീ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ഇവിടെ ആഗ്രഹങ്ങളെ നീ സാധിച്ചു കൊടുക്കണേ റഹ്മാൻ. അത് ഉറപ്പിക്കല്ലേ? ആർക്കും വേണ്ടല്ലോ? ആ വിളിച്ച ചങ്ങാതി കൈ പൊക്കിക്കേ. ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. അയക്കാം. എന്നാ അപ്പൊ കൊടുത്തേരെ ചെയർമാൻ. ബിസ്മില്ലാ.
എന്നാ ഒന്ന് ഉസ്താദിൻ്റെ കൈ കൊണ്ട് തന്നെ കൊടുത്തേര് ഒക്കെ വന്ന് മേടിച്ചോളി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ഒരു സ്വർണ്ണത്തിൻ്റെ കമ്മല് സദഖ ചെയ്ത് അല്ലാഹുവേ ആ പെണ്ണിന് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ, സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആ പെണ്ണിൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന വിഭാഗത്തിൽ പെടുത്തണേ തമ്പുരാനെ ഇൻഷാ അല്ലാഹ്. മതി, സലാത്ത് പറ സല്ലല്ലാഹു. നിങ്ങൾ മേടിച്ചു അപ്പോൾ കയറി വന്ന് മേടിക്കും മനുഷ്യ, നിങ്ങൾക്ക് ബന്ധം മേടിക്കും, ധൈര്യമായിട്ട് മാഷാ അല്ലാഹ്. അപ്പോൾ 5 കാര്യത്തിൽ 3 പറഞ്ഞു, ഇനി 2 പറഞ്ഞു, ഇനി 3 കൂടെ ഉണ്ട്. 3 കാര്യങ്ങളും കൂടെ ഉണ്ട്, പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ സമയം 12:30 അപ്പോൾ അതുകൊണ്ട് അടുത്ത കൊല്ലം വിളിക്കുമായിരിക്കും ഇല്ലേപ്പാ? അതെ, വിളിക്കുമോ? പിരിവില്ലാതിരുന്നാൽ കൊള്ളാൻ, പിരിവില്ലാതിരുന്നാൽ മതിയായിരുന്നു. കുഴപ്പമില്ലപ്പാ, എന്തിനാപ്പാ, നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, ഇതൊക്കെയല്ലേ കാണത്തുള്ളൂ. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഉസ്താദ് ദുആ ചെയ്തേനെ, നമ്മൾ പാവപ്പെട്ട അപ്പോൾ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിലെ ഏതിലൂടെ വേണമെങ്കിലും ഓടണമെങ്കിൽ ഒരു സൂറത്ത്, ഹജ്ജിന് പോകണമെങ്കിൽ ഒരു ദിക്ർ, ഏത് വേണം? ആർത്തി പാടില്ല, അത്യാർത്തി. ഏത് വേണം? 2 വേണം. താല്പര്യമുള്ളവർ കൈ പൊക്കിക്കേ. ഓ, ഇതുപോലെ പൊക്കിയിരുന്നെങ്കിൽ സ്ഥാപനം 2 കൊല്ലം നേരെ പോയേനെ. ആ പൊക്കിയ കൈക്കടുത്ത് മോതിര ഊരി തന്ന ഹജ്ജിന് പോവാ. നോക്കണ ഒരു കൈ, ഓസിന് പോകാനാ എല്ലാവരും നോക്കണം, ഇല്ല ദിക്റും പറഞ്ഞിട്ട് അങ്ങ് പോകാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഞാനും ഇന്നത്തെ സദസ്സിലെ ദുആ ആഗ്രഹിച്ചാ വന്നേ. ഉസ്താദിരിക്കുമ്പോൾ ഞാൻ ദുആ ചെയ്യേണ്ടത് ഞാൻ ആരാപ്പാ? ഉസ്താദിൻ്റെ ഉസ്താദിപ്പം നമ്മൾ ദുആ ചെയ്യണം, അത്ര ഇത് എനിക്കതിനോട് താല്പര്യം. ഉസ്താദ് ദുആ ചെയ്യും ഇല്ലപ്പാ? ഒന്നോർത്താ അവരും ആമീൻ പറയണത് നല്ലതല്ലേപ്പാ, അല്ലേ? ആമീൻ ആമീന്ന് പറയുമ്പോൾ അല്ലാഹ് കേൾക്കില്ല, ആരുടെയെങ്കിലും ഒരു ആമീൻ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ കടം വെക്കണില്ല, ഓതുവല്ലോ, ഓതൂല്ലേ ഇൻഷാ അല്ലാഹ്? ഉറക്കെ പറഞ്ഞ് ഈ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുന്ന സൂറത്ത് ഏതാ? ഒന്ന് ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ نزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. അള്ളാഹു ഈ ഓതിയത് സ്വീകരിക്കണേ തമ്പുരാനെ. ഈ ഓതിയതിൻ്റെ പ്രതിഫലം ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു പൊന്നുമോൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി, അവൻ്റെ ഉപ്പാൻ്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ആ കുഞ്ഞിൻ്റെ ഉപ്പയുടെ മണ്ണറ നീ മണിയറയാക്കണേ തമ്പുരാൻ. അപ്പോൾ സൂറത്തുൽ ഖദർ ഇന്നാ അൻസൽന ഓതനറിയോ? എന്ന് കൈവക്കിക്കേ. ഈ സൂറത്താ. ഇതാണ് സ്വർഗത്തിൻ്റെ ഏത് കവാടത്തിലൂടെയും കയറി പോകാൻ പറ്റുന്ന സൂറത്ത്. ഇന്ന് മുതൽ തുടങ്ങല്ലേ. ഇതെപ്പോഴാ ഓതണ്ടേ? ഒളുവെടുക്കണം. ഒളുവെടുത്തിട്ട് ഒളുവിൻ്റെ ദുആ ചെയ്യണം. നിസ്കരിക്കാൻ വേണ്ടി ഒളുവെടുക്കുമല്ലോ. ഒളുവെടുത്തിട്ട് ഒളുവിൻ്റെ ദുആ ചെയ്തതിന് ശേഷം ഈ സൂറത്ത് ഓതണം. എങ്കിൽ സ്വർഗത്തിലെ ഏത് കവാടത്തിലൂടെ ഓടാം. കണ്ടം വഴിയൊന്നും ഓടണ്ട, സ്വർഗത്തിലേക്ക് ഓടിക്കയറാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യും ഓതാന്ന് ഇൻഷാ അല്ലാഹ്. 2, ഇനി ഹജ്ജിന് പോകാനുള്ള ദിക്ർ പറയല്ലേ. ഈ തസ്ബീഹ് നിസ്കാരത്തിൽ പറയുന്ന ദിക്ർ ഏതാ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു. അറിയണവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അപ്പം അല്ലാഹ് ഹജ്ജിനും പോയി ഒക്കെ ഇതന്നെ. ഈ ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ർ ഹജ്ജിന് പോകാനുള്ള ദിക്ർ. ഇതെപ്പോൾ പറയണം? കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒളുവെടുത്തിട്ട് ഈ ദിക്ർ പറയണം. കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഒളുവെടുത്തിട്ട് അല്ലാഹുവേ എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് തരണേ എന്ന നിയ്യത്തോടു കൂടി പറഞ്ഞു തുടങ്ങുക. ഇന്ന് മുതൽ ഒന്നീ നിനക്ക് ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം അള്ളാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. തുടങ്ങല്ലേ
ഞാൻ പറഞ്ഞിട്ട് പോയി, അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തിൽ പറഞ്ഞത്. ഈ ദിക്റും പറഞ്ഞിട്ട് ഞാൻ ഒന്ന് പോയി, ഇനിയും പോകാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. റഫീഖ് എന്ന് പറയുന്നൊരു സഹോദരൻ അൽഹംദുലില്ലാ, അപ്പം 40 മതി. 40 വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസം അൽഹംദുലില്ലാ, 100 വിദ്യാർത്ഥികൾക്ക് ഒരു ദിവസം 12,000 രൂപ വെച്ച് ഇൻഷാ അല്ലാഹ് കൊടുക്കാനുള്ളതാണ്. അൽഹംദുലില്ലാ. നമ്മുടെ വണ്ടിയും തിരിഞ്ഞു, സമയമായി പോകാം. ഓൻ നിന്നിട്ട് വയ്യ, അവന് നാളെ എന്ത് അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ്. അപ്പം അൽഹംദുലില്ലാ, നമുക്ക് ദുആ ചെയ്യാം, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നെക്കാളും അറിവുള്ള ഒരുപാട് ഉസ്താദന്മാരുണ്ട്. സത്യം പറഞ്ഞാൽ തിരിഞ്ഞു നോക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നോക്കാൻ പേടിയായതുകൊണ്ട് നോക്കാത്ത. കാരണം ഉസ്താദന്മാരെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്, എന്താണെന്നറിയില്ല. അള്ളാഹു നമ്മുടെയൊക്കെ ഉസ്താദന്മാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്നെക്കാളും അറിവുള്ളവരാ, എന്നെക്കാളും പ്രായമുള്ളവരാ. ഇത്തിരി വയസ്സുണ്ടെന്നേ ഉള്ളൂ, ഇത്തിരി തമ്മീസായിട്ടില്ല, ഇത്തിരി പക്വത കുറവുണ്ട്. അപ്പോൾ ഇൽമു അടിക്കുന്നൊരു മുത്തല്ലിമ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടേക്കുക, പുറത്തു തരിക. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. വാ ചെയ്യുക. അപ്പോൾ അള്ളാഹ് ഇതുപോലൊരു അവസരം തരണമെന്നില്ല. ഇനി ഹാഫിളീങ്ങളും ആലിമീങ്ങളൊക്കെ ഇരിക്കുന്ന സദസ്സല്ലേ, എല്ലാവരും സദക്ക കൊടുത്ത സദസ്സല്ലേ. അള്ളാഹു എന്തായാലും നമ്മുടെ ദ്വാ സ്വീകരിക്കും. അതുകൊണ്ട് അവനവൻ്റെ കാര്യം അവനവൻ നോക്കുക, അതേ പറ്റൂ. എൻ്റെ കാര്യം ഞാൻ നോക്കാം, നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്ക്. ഒരാമീ മതി നമുക്ക് രക്ഷപ്പെടാൻ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹീമായ ദയാലുവായ കരുണയുള്ള അള്ളാഹ്, ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ അല്ലാഹ്. അള്ളാഹുവെ, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല അല്ലാഹ്. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കൊക്കെ 101% ഉറപ്പാ അല്ലാഹ്. അള്ളാഹുവെ, ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ അല്ലാഹ്, ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് വീടോ പണവോ ഒന്നും വേണ്ട, ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പാപം ഒന്ന് പുറത്തു തന്നാൽ മതി റഹ്മാനെ. അള്ളാഹുവെ, ചെയ്തതിനൊരു കണക്കുമില്ല അള്ളാഹുവെ. 100 കൊല ചെയ്തവന് നീ പുറത്തു കൊടുത്ത റബ്ബാണല്ലോ അല്ലാഹ്. എത്ര പാപം ചെയ്താലും നീ പുറത്തു തരാമെന്ന് പറഞ്ഞവനാണല്ലോ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ നീ ഒന്ന് പുറത്തു താ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളൊന്ന് പുറത്തു താ തമ്പുരാനെ. അള്ളാഹുവെ, നന്നാവാനുള്ള കൊതി കൊണ്ട് ചോദിക്കുകയാ, ഒരവസരം കൂടെ ഞങ്ങൾക്ക് നീ താ റഹ്മാനെ. ഇവിടെ നിന്നിറങ്ങി പോകുമ്പോൾ പാപങ്ങൾ പുറത്തവരായി നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ വാപ്പ, ഞങ്ങളുടെ ഉമ്മ പലരും ഖബറിൻ്റെ അകത്ത, അവരുടെ ഖബറ് നീ സ്വർഗമാക്കണേ അല്ലാഹ്. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. അള്ളാഹുവെ, മരിച്ചവരെ മറന്നു പോകുന്ന മക്കളാക്കല്ലേ റബ്ബെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. വീടിൻ്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. അള്ളാഹുവെ, പടച്ചവനെ, ഞങ്ങളിൽ പലരും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ. ശിഫ തരണേ പടച്ചവനെ, ആഫിയത്ത് തരണേ പടച്ചവനെ. അറുത്തു മുറിക്കല്ലേ പടച്ചവനെ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാഹ്. അള്ളാഹുവെ, പടച്ചവനെ, ഞങ്ങളെ ഈ ദുനിയാവിലിട്ട് നീ നരകിപ്പിക്കില്ലേ റബ്ബേ. പടച്ചവനെ, ശരീരം തളർന്ന് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. ഞങ്ങളുടെ കൂടെ കടന്നവര് ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കല്ലേ അല്ലാഹ്. സ്വന്തം മക്കൾ വാപ്പയും ഉമ്മയും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാഹ്. അള്ളാഹുവെ, പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെ ആക്കല്ലേ റബ്ബേ. ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ തമ്പുരാൻ. അള്ളാഹുവെ, ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. എപ്പോൾ എവിടെ വെച്ചാ മരിക്കുന്നതെന്നറിയില്ല, ഈമാനോടുകൂടിയുള്ള മരണം തരണേ അല്ലാഹ്. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം തരണേ പടച്ചവൻ. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാഹ്, ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാഹ്. 40 പേര് നല്ലത് പറയുന്ന മരണം തരണേ അല്ലാഹ്. കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാഹ്, കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, നല്ലത് ചെയ്യുമ്പോൾ മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, ഈ സ്ഥാപനത്തിലെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാഹ്. പ്രത്യേകിച്ച് റബ്ബേ ശൈഖുനാന് നീ ദീർഘായുസ് കൊടുക്കണ പടച്ചവൻ. ആ മുഖത്തെ സന്തോഷം നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, പടച്ചവനെ ദഅവത്ത് ചെയ്യാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്.
അള്ളാഹുവെ അവരുടെയൊക്കെ കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണേ റഹ്മാൻ. അള്ളാഹുവെ ഈ 1 മണി വരെ ഈ സദസ്സിൽ ഇരുന്ന് എൻ്റെ വാപ്പമാർക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ആഫിയത്തും ദീർഘായുസും നല്ല ജീവിതവും നല്ല ജോലിയും നല്ല ഇണയും എല്ലാം നീ കൊടുക്കണേ തമ്പുരാൻ. പടച്ചവൻ എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ അള്ളാഹുവേ. ഒരുപാട് വേദന ഈ പാപങ്ങൾ സഹിച്ചതാ, ഇനിയും വേദനിപ്പിക്കല്ലേ റബ്ബേ. അറുത്തു മുറിക്കല്ലേ റബ്ബേ, കണ്ണീര് ഉടുപ്പിക്കല്ലേ റബ്ബേ. അള്ളാഹുവേ ഈ ജമാഅത്തി സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആര് കൈവിട്ടാലും നീ കൈവിടല്ലേ അല്ലാ, ആര് കൈയൊഴിഞ്ഞാലും നീ കൈയൊഴിയല്ലേ അല്ലാ. അള്ളാഹുവേ ഈ സ്ഥാപനത്തെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. ഈ നാടിൻ്റെ വെളിച്ചമാക്കണേ അല്ലാ. അള്ളാഹുവേ ഇങ്ങനെ ഒരു മകനെ കിട്ടിയല്ലോ എന്നോർത്ത് ഇവരുടെ ഉപ്പയും ഉമ്മയും സന്തോഷിക്കണേ അല്ലാ. അള്ളാഹുവേ പടച്ചവനെ ഇവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നാഫിയായ ഇൽമു അവർക്കും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഒരു മുത്തഅല്ലിമിനുണ്ടാകേണ്ട സിഫത്ത് എല്ലാവർക്കും നീ നൽകണേ തമ്പുരാൻ. മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ തമ്പുരാൻ. അള്ളാഹുവേ പടച്ചവനെ എനിക്ക് ഭക്ഷണം തന്ന കുടുംബത്തിന് നീ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഹൗദിൽ കൗസർ കൊടുത്ത് അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ മൈക്ക് സെറ്റിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാ. ആ സഹോദരൻ്റെ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ പടച്ചവനെ. ക്യാമറയുടെ പ്രവർത്തകന്മാരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പ്രവാസികൾ വല്ലാത്ത പ്രയാസത്തിലാണ്, നീ കൈവിടല്ലേ അല്ലാ. ജോലിയിൽ സ്ഥിരത നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാൻ. അള്ളാഹുവെ നിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് അന്നം കൊടുത്ത ഈ കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണേ റഹ്മാൻ. സ്വർണ്ണാഭരണങ്ങൾ തന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇതിൻ്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ മണ്ണ് തിന്നാതെ ഖബറിൻ്റെ അകത്ത് കിടക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ എൻ്റെ കൂടെ വന്ന 2 ചെറുപ്പക്കാരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ജീവിത മാർഗങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ റബ്ബേ എൻ്റെ കൂടെ വഅദിന് കേൾക്കാൻ വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റബ്ബേ, ആ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. താഹിർ എന്ന സഹോദരൻ കൂടെ വന്നവരൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആരെല്ലാം ഇവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാൻ. അള്ളാഹുവേ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നീ നല്ല മരണം കൊടുക്കണേ അല്ലാ. ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഈ വഅദിൻ്റെ സദസ്സിൽ വന്നവരുണ്ട്, വന്ന വഴി അത്രയും നീ സ്വർഗത്തിൽ അടുപ്പിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാൻ. അള്ളാഹുവേ മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് വാപ്പയില്ലാതാക്കല്ലേ പടച്ചവൻ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കല്ലേ അല്ലാ. പടച്ചവനെ രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. വെട്ടിക്കീറി വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഞങ്ങളുടെ മക്കളെ നീ കൊണ്ടുവെക്കല്ലേ. അല്ലാഹു നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ തരല്ല. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെ മയ്യത്തിന് കബറടക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കൈ മരിക്കോട് ആരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ. വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയി പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ നൽകല്ലേ അല്ലാ. പടച്ചവനെ നീ ഞങ്ങളെ ആരെയും നാണം കെടുത്തല്ലേ അല്ലാഹുവേ. ഒരാളുടെ മുന്നിൽ നീ ഞങ്ങളെ നാണം കെടുത്തല്ലേ അല്ലാ. ഇസ്സത്ത് നിലനിർത്തി തരണേ പടച്ചവൻ. ഞങ്ങൾക്ക് ആർക്കും നീ അഹങ്കാരത്തിലല്ലേ അല്ലാ. ഞങ്ങളെ നീ മുനാഫിക്കുകളിൽ പെടുത്തല്ലേ, ഞങ്ങളെ നീ മുനാഫിക്കുകളിൽ പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും പടച്ചവനെ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ നീ അവിടെ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹു ഈ ദുആയെ നീ സ്വീകരിക്കണേ പടച്ചവനെ. ദുആയെ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ എൻ്റെ വാപ്പ കബറില്ല, ആ സാധുവിനോട് നീ കരുണ കാണിക്കണേ അല്ലാ. എൻ്റെ ഉമ്മാനെ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എൻ്റെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ എൻ്റെ ഭാര്യ, ആ പാവപ്പെട്ടവർക്ക് നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ പടച്ചവൻ. സാരിഹത്താക്കണേ റഹ്മാനെ. അല്ലാഹുവേ എൻ്റെ 2 മക്കളും
എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ല, അവരെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ല. പടച്ചവനെ ഈ ശബ്ദം നീ നിലനിർത്തി തരണേ പടച്ചവനെ. അഹങ്കാരം തരല്ലേ പടച്ചവനെ. വെറും വാളു പറയുന്നവനാക്കല്ലേ അല്ല. ജീവിതത്തിൽ ചെയ്യാതെ പ്രസംഗിച്ച് നടക്കുന്നവനാക്കല്ല അല്ലാഹുവേ. പടച്ചവനെ നിന്റെ ദീനിനെ വിറ്റിട്ട് ജീവിക്കേണ്ട ഗതികേട് തരല്ലേ പടച്ചവനെ. അല്ലാഹുവേ ചില രോഗങ്ങളുണ്ട് പടച്ചവനെ, നിന്നോട് പരാതി പറയുകയല്ല, നീ ശിഫയാക്കി തരണേ അല്ല. അറുത്തു മുറിക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ നിൽക്കണ മക്കൾ ആലിമീങ്ങൾ ഹാഫിളീങ്ങൾ ഇവരുടെ ബർക്കത്ത് കൊണ്ട് അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ല. നിങ്ങളുടെയൊക്കെ ആക്കിബത്ത് നീ നന്നാക്കി തരണേ പടച്ചു. അള്ളാഹുവെ ഈ പറയുന്ന കാര്യം ജീവിതത്തിൽ ചെയ്യാൻ എനിക്ക് ഭാഗ്യം തരണേ പടച്ചവനെ. അള്ളാഹുവെ എല്ലാവരും നന്നായി, എന്നെ കൂടെ നീ നന്നാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഹിദായത്ത് തരണേ പടച്ചവനെ. റബ്ബേ ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങൾ ഇന്ന് പിരിയുകയാ, ജീവിതത്തിൽ ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ ദുആ അവസാന ദുആ ആക്കല്ലേ അല്ല, ഈ രാത്രി അവസാന രാത്രി ആക്കല്ലേ അല്ല, ഈ മജ്ലിസ് അവസാന മജ്ലിസ് ആക്കല്ലേ അല്ല. പടച്ചവനെ ഹജ്ജ് ചെയ്തവരുണ്ട് റഹ്മാനെ, ഉംറ ചെയ്തവരുണ്ട് റഹ്മാനെ. അള്ളാഹുവെ സയ്യിദന്മാരുണ്ട് റഹ്മാനെ, അള്ളാഹുവെ പണ്ഡിതന്മാരുണ്ട് റഹ്മാനെ, ഹാഫിളീങ്ങളുണ്ട് റഹ്മാനെ, മുതഅല്ലിമീങ്ങളുണ്ട് റഹ്മാനെ, പ്രായമുള്ളവരുണ്ട് റഹ്മാനെ, രോഗികളുണ്ട് റഹ്മാനെ, കുട്ടികളുണ്ട് റഹ്മാനെ. അള്ളാഹുവെ യാത്രക്കാരുണ്ട് റഹ്മാനെ, 5 നേരം നിസ്കരിക്കുന്നവരുണ്ട് റഹ്മാനെ, സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരുണ്ട് റഹ്മാനെ, തഹജ്ജുദ് നിസ്കരിക്കുന്നവരുണ്ട് റഹ്മാനെ, സദക്ക കൊടുത്ത സദസ അല്ലാ 40 പേരിൽ കൂടുതലുണ്ടല്ലാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ അമ്മി നീ സ്വീകരിക്കണേ അല്ലാ, ഇത് വായി നീ സ്വീകരിക്കണേ അല്ലാ. നീ ആട്ടി ഓടിക്കല്ലേ പടച്ചവനെ. റബ്ബേ ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു, നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ച ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ, ഞങ്ങളുടെ തൗബയാക്കണേ റബ്ബേ, തൗബയാക്കണേ നാഥാ. പറഞ്ഞു പോയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാൻ. അല്ലാഹുമ്മ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ചെയ്യുക. അല്ലാഹു ഇനിയും കാണാൻ ആയുസ്സ് നൽകട്ടെ. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.